വേൾഡ് ഡേ ഫോർ ഇന്റർനാഷണൽ ജസ്റ്റിസ് ഈസ് ഒബ്സർവ്ഡ് ആനുവലി ഓൺ വിച്ച് ഡേ? അതിന്റെ ആൻസർ വരുന്നത് 17th ആണ്. 17th ആണ് അതിന്റെ ആൻസർ വരിക. 17th ജൂലൈ. ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇത് നമ്മൾ മാർക്ക് ചെയ്ത് പോണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the members of രാജ്യസഭ are elected by. രാജ്യസഭയിലേക്കുള്ള മെമ്പേഴ്സിനെ എലക്ട് ചെയ്യുന്നതാണ്. അത് പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ വരും. പീപ്പിൾ അല്ലേ സാധാരണ, പിന്നെ ജനങ്ങളല്ലേ, ജനങ്ങളായിട്ട് എലക്ട് ചെയ്യുന്നതല്ലേ ഭരണകർത്താക്കൾ എന്നുള്ളൊരു ഡൗട്ട് വരും. ഇനി അതല്ല, ലോക്സഭ കാണുന്ന സമയത്ത് നമുക്ക് തോന്നും ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറഞ്ഞാലും ലോക്സഭ തന്നെയല്ലേ, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ള ഭാഗം തന്നെയാണല്ലോ ലോക്സഭ. അപ്പൊ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കുന്ന ലോക്സഭയിൽ നിന്നുള്ള ആളുകളാണല്ലോ എന്നുള്ള ഒരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ അടുത്ത 2 ഹെഡ് ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 ഇയർ ബാച്ചിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്. മുന്നേ ഞാൻ എൻട്രൻസ് എഴുതുന്ന സമയത്തും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഈ ആൻസർ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കൊരു ഡൗട്ട് തോന്നിയ ഒരു ഏരിയ ആയിരുന്നു, ലോക്സഭയാണോ ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പേഴ്സ് ആണോ എലക്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ആർ എലക്റ്റഡ് ബൈ എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണ് കറക്റ്റ് ആൻസർ. അതിൽ എലക്റ്റഡ് മെമ്പേഴ്സ് ആയിരിക്കും അതിൽ വരിക. എലക്റ്റഡ് മെമ്പേഴ്സിനാണ് നമ്മൾ പറയുക. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, മാറിപ്പോവരുത് കേട്ടോ. റെഡ് ആക്കാം. റെഡ് ആവുമ്പോൾ കുറച്ചുകൂടെ വൈബ്രന്റ് ആയിരിക്കും, പെട്ടെന്ന് കാണാനും പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇത് നമ്മൾ ടോട്ട് ഏരിയയിൽ നിന്നുള്ള ടോട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിവിൽ റോങ് ആണ് ടോട്ട് എന്ന് പറയുന്നത്. സിവിൽ റൈറ്റ്സിനെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്ന കാര്യമാണ് ടോട്ട് എന്ന് പറയുന്ന ഏരിയ. ആ ടോട്ടിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത്. The act of unlawful entering into another's property constitutes. The act of unlawful entering. ഒരാളുടെ പ്രോപ്പർട്ടിയിലേക്ക് അധികാരം ഇല്ലാണ്ട്, നമുക്ക് അവകാശം ഇല്ലാണ്ട് നമ്മൾ ആ പ്രോപ്പർട്ടിയിലേക്ക് എൻ്റർ ചെയ്യുന്നു. അതിന് നമുക്കൊരു വീട്ടിലേക്കായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി ആയിരിക്കാം, ഇമ്മൂവബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയിലേക്കായിരിക്കാം എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് വരുന്നത് ട്രെസ്പാസ് ആണ്. ട്രെസ്പാസ് എന്നാണ് അതിന് പറയുക. അതിന് എൻക്രോച്ച്മെന്റ്, കടന്നുകയറ്റം അങ്ങനെയായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ട്രെസ്പാസ് എന്നുള്ള വേർഡാണ് അത്. നിങ്ങൾ ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആയിരിക്കും കേൾക്കുന്നുണ്ടാവുക, മറക്കരുത്. ട്രെസ്പാസ് എന്ന് പറഞ്ഞാൽ അൺലോഫുൾ എൻട്രിങ് ഇൻ ടു അനദേഴ്സ് പ്രോപ്പർട്ടി. ഓക്കെ, ട്രെസ്പാസ് അൺലോഫുൾ എൻട്രിങ്, ഒരാളുടെ സമ്മതം ഇല്ലാണ്ട് ഒരാളുടെ പ്രോപ്പർട്ടിയിലേക്ക് എൻറ്റർ ചെയ്യുന്നതിനെയാണ് അൺലോഫുൾ എൻട്രിങ് എന്ന് പറയുന്നത്. അതിനാണ് ട്രെസ്പാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൽ ഇതായിരുന്നു ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രാജ്യസഭയിലെ റിലേറ്റഡ്, രാജ്യസഭ ലോക്സഭ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. അതിൽ വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻ വിച്ച് ഹൗസ് ഈസ് ദ പ്രിസൈഡിംഗ് ഓഫീസർ നോട്ട് എ മെമ്പർ ഓഫ് ദാറ്റ് ഹൗസ്. ഒരു പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോർഡ്, ആ ബോർഡിലെ ഹെഡ് ആയിരിക്കും അതിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹൗസിൽ എന്ന് വെച്ചാൽ രാജ്യസഭയിലാണോ ലോകസഭയിലാണോ വിധാൻസഭയിലാണോ വിധാൻ പരിഷത്തിലാണോ ഒരു മെമ്പർ അല്ല, അതിലെ മെമ്പർ അല്ല ആക്ച്വലി അയാള്, പക്ഷെ അദ്ദേഹമാണ് അതിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ ആയിട്ട് വരുന്നത്. അതാണ് രാജ്യസഭ. രാജ്യസഭയില് പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈസ് പ്രസിഡന്റ് ആയിരിക്കും. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആണ് ഇന്ത്യ രാജ്യസഭയില് പ്രിസൈഡിംഗ് ഓഫീസർ. എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്നാണ് പറയുക. എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ എന്ന് പറഞ്ഞാലും, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും വൈസ് പ്രസിഡന്റ് എന്നാണ് ആൻസർ വരേണ്ടത്. എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ വൈസ് പ്രസിഡന്റ് ആണ്. അദ്ദേഹം ആ ഹൗസിലെ മെമ്പർ ആയിരിക്കില്ല. ഓക്കെ, അതിൽ രാജ്യസഭയാണ് ആൻസർ വന്നിട്ടുള്ളത്. നമ്മൾ ഇനി നെക്സ്റ്റ് പോവാം.
The supreme commander of Indian armed force is. Supreme commander. നമുക്കറിയാം ഓരോ ആംഡ് ഫോഴ്സിനും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആംഡ് ഫോഴ്സിലുള്ള നേവി ആണെങ്കിലും എയർ ആണെങ്കിലും അങ്ങനെ എല്ലാ ആർമി എല്ലാ കാര്യത്തിലും നമുക്ക് ഓരോ കമാൻഡർ ഉണ്ടായിരിക്കും. പക്ഷെ ഇതെല്ലാത്തിന്റെയും കൂടെ പരമാധികാരി എന്ന് പറഞ്ഞിട്ട് ഒരു സുപ്രീം കമാൻഡർ ഉണ്ട്. അത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. അല്ലാതെ ഡിഫൻസ് മിനിസ്റ്ററോ ആർമി ചീഫോ പ്രൈം മിനിസ്റ്ററോ ഒന്നുമല്ല. അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ആർമി ചീഫ് എന്നുള്ള ക്വസ്റ്റ്യൻ ഒന്നും അറ്റൻഡ് ചെയ്ത് ആൻസർ ഒന്നും ചെയ്ത് പോവരുത്. സുപ്രീം കമാൻഡ് ഓഫ് ഇന്ത്യൻ ആംഡ് ഫോഴ്സ് ആണ്. ഇന്ത്യൻ ആംഡ് ഫോഴ്സിന്റെ സുപ്രീം കമാൻഡർ എപ്പോഴും പ്രസിഡന്റ് ആണെന്നുള്ള ഓർക്കുക. അതുകൊണ്ടാണ് ഈ മീറ്റിംഗ് എല്ലാം എല്ലാ ആംഡ് ഫോഴ്സിന്റെ എല്ലാ ഹെഡ് ആളുകളുമായിട്ട് ഒരിക്കലും ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ചിലപ്പോൾ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മീറ്റിംഗ് ഒരിക്കലും കണ്ടക്ട് ചെയ്യാറില്ല. പക്ഷെ അതിന് എല്ലാം കൂടെ യോജിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെഡാണ്, സുപ്രീം കമാൻഡർ ആണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ക്ലാസ് എടുക്കുന്നത്? ഓക്കെ ഓക്കെ, എഴുതിയെടുക്കാൻ പറ്റുന്നില്ല ക്യാച്ച് ചെയ്യാൻ? ഓക്കെ ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ചിലപ്പോ എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം, എന്തെങ്കിലും അങ്ങനെ അല്ലല്ലോ എന്നുള്ള ഒരു ഡൗട്ട് തോന്നുകയാണെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാം. കാരണം എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും നമ്മുടെ ഭരണ രീതികളായാലും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അതാണ് ശരിയെന്ന് പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അത് ചോദിക്കാവുന്നതാണ്, ഓപ്പൺ ആയിട്ട് ചോദിക്കാം, നോ പ്രോബ്ലം. നമുക്കത് റെക്ടിഫൈ ചെയ്തിട്ട് ക്ലിയർ ചെയ്തിട്ട് പോവാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. Who appoints the chairman of UPSC? ആരാണ് UPSC ചെയർമാൻ അപ്പോയിന്റ് ചെയ്യുന്നത്? UPSC എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഇൻഡിപെൻഡന്റ് ബോഡിയാണ്. അപ്പൊ അതിൻ്റെതായ ഇൻഡിപെൻഡൻസി ഉണ്ടായിരിക്കണം. അപ്പോ ആരാണ് UPSC ചെയർമാൻ എന്ന് പറയാ? പ്രസിഡന്റ് ആണ് UPSC ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, UPSC ചെയർമാൻ പെട്ടെന്ന് നമുക്ക് തോന്നും പ്രൈം മിനിസ്റ്റർ ആണോന്ന്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയിൽ നമ്മൾ സംശയിക്കാൻ സാധ്യതയില്ല. കാരണം അങ്ങനത്തെ ഒരു പോസ്റ്റ് ആണത്. ഒരു ഇൻഡിപെൻഡന്റ് ബോഡി ആണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു ഇതൊന്നും കൊടുക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ ഡൗട്ട് വരാൻ സാധ്യതയില്ല. പിന്നെ സ്പീക്കർ ഓഫ് ലോക്സഭയ്ക്ക് നമുക്ക് അങ്ങനെ ഡൗട്ട് വരാൻ സാധ്യതയില്ല. പക്ഷേ നമുക്ക് ഡൗട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ പ്രൈം മിനിസ്റ്റർ ആണോ എന്നായിരിക്കും. പക്ഷേ പ്രൈം മിനിസ്റ്റർ അല്ല, നിങ്ങൾ അത് ശ്രദ്ധിക്കണം. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അല്ല, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് UPSC ചെയർമാൻ. പിന്നെ നെക്സ്റ്റ് എല്ലാരും ഓൾമോസ്റ്റ് എല്ലാവരും തെറ്റിച്ച പറയാ ആരാ അപ്പോയിന്റ് ചോദിച്ചേക്കണത് ചെയർമാൻ UPSC? Who appoints the UPSC ചെയർമാൻ? ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? സോറി ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? അതെ, ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിരുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പെട്ടെന്ന് മാറിപ്പോയി അല്ലേ? ഓക്കെ, ക്ലിയർ ആക്കിയത് താങ്ക്സ്. ഓക്കെ. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരും മിസ്റ്റേക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാവരും തെറ്റിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയതിൽ കൂടുതൽ പേരും തെറ്റിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് അൾട്രാ വയേഴ്സ്. അൾട്രാ വയേഴ്സ് എന്ന് പറയുമ്പോൾ ബിയോണ്ട് ദ പവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട്സൈഡ് ദ പവർ ഒരു അധികാരമുണ്ട്. ആ അധികാരത്തിന് അപ്പുറത്തേക്ക് ഒരാൾ ഒരു കാര്യം ചെയ്യണം. അയാൾക്ക് അധികാരമുള്ള കാര്യത്തിന്റെ അപ്പുറത്തേക്ക് അധികാരം ഇല്ലാത്ത ഒരു കാര്യത്തിൽ പോയിട്ട് ഇടപെട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് അൾട്രാ വയേഴ്സ് ആണ്, ബിയോണ്ട് ദ പവർ. ഇൻട്രാ വയേഴ്സ് എന്ന് പറയുമ്പോൾ അൾട്രാ വയേഴ്സ് ബിയോണ്ട് ദ പവർ ആകുമ്പോൾ ഇൻട്രാ വയേഴ്സ് എന്തായിരിക്കും? ഇൻസൈഡ് ദ പവർ, വിത്തിൻ ദ പവർ. ആ പവറിനുള്ളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് ഇൻട്രാ വയേഴ്സ് എന്ന് പറയും. നിങ്ങൾ ഇതിന് നേരെ വേണേൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് പോവാം കേട്ടോ. അൾട്രാ വയേഴ്സ് എഴുതിയിട്ട് അതിന്റെ ആൻസർ ഔട്ട്സൈഡ് ദ പവർ. അപ്പോ ഇൻട്രാ വയേഴ്സ് പറയുമ്പോൾ വിത്ത് ഇൻ ദ പവർ, വിത്ത് ദ പവർ അല്ല, വിത്ത് ഇൻ ദ പവർ. ഓക്കെ, അതാണ് ഇൻട്രാ വയേഴ്സ് പറയാം. അൾട്രാ വയേഴ്സ്
ഔട്ട്സൈഡ് ദ പവർ, അതല്ലെങ്കിൽ ബിയോണ്ട് ദ പവർ, ഇങ്ങനെയായിരിക്കും ചോദിക്കുക. ചിലപ്പോൾ ബിയോണ്ട് ദ പവർ എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അർത്ഥം ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിട്ട് അത് ആൻസർ ചെയ്താൽ മതി. അതിന്റെ കറക്റ്റ് മീനിങ് മാത്രം നോക്കുക, അല്ലാതെ വേർഡ് നോക്കണ്ട നിങ്ങൾ. ഓക്കെ. അൾട്രാ വയർസ് ഔട്ട്സൈഡ് ദ പവർ. ഓക്കെ. The right of property ceased to be fundamental right from. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എല്ലാവരും തെറ്റിച്ചിട്ടുണ്ട്. കുറെ പേര് ആൻസർ ചെയ്തിട്ടുണ്ട്, കുറച്ച് പേര് അതിൽ മിസ്റ്റേക്ക് വരുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഒന്നുകൂടെ അത് പറയുന്നത്. പ്രോപ്പർട്ടി, റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളത് ഇന്ത്യൻ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഒരു ഭാഗമായിരുന്നു. ആ റൈറ്റ് ടു പ്രോപ്പർട്ടി സീസ് ചെയ്ത് കളഞ്ഞിട്ട് അത് 300A എന്നുള്ള ഒരു ആർട്ടിക്കിൾ ആയിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റിയിട്ടുണ്ട്. അത് 1978 അമെൻമെന്റിലൂടെയാണ്. 1978 അമെൻമെന്റിലാണ് ആ മാറ്റം വന്നിട്ടുള്ളത്. അത് നമ്മൾ മറക്കരുത്, കാരണം അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിന്റെ ഇതെന്ന് പറയുക 44th അമെൻമെന്റ് ആയിരുന്നു ആ മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. 44th അമെൻമെന്റിലാണ് ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് F ആയിരുന്നു അന്ന് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. 19 ക്ലോസ് 1 ക്ലോസ് F ആയിരുന്നു റൈറ്റ് ടു പ്രോപ്പർട്ടി. അത് മാറ്റിയിട്ട് ആർട്ടിക്കിൾ 300A ആണ്. 300 അല്ല, 300 ഒരിക്കലും പറയരുത്, കാരണം 300 അല്ല, 300A കൊണ്ടുവരില്ല. പുതിയ, ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പുതിയൊരു അമെൻമെന്റ് കൊണ്ടുവരുമ്പോൾ, ഒരു ആക്ട് അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ പുതിയൊരു ആർട്ടിക്കിൾ കൊണ്ടുവരുമ്പോൾ അതിൽ അമെൻമെന്റ് വന്നതാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടായിരിക്കും അതിന്റെ സൈറ്റേഷൻ വരിക. എന്ന് വെച്ചാൽ 300 സ്മോൾ ലെറ്റർ എ കൊടുക്കില്ല, ക്യാപിറ്റൽ ലെറ്റർ എ ആയിരിക്കും കൊടുക്കുക. അതാണ് 300A ആയിട്ടാണ് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. റൈറ്റ് ടു പ്രോപ്പർട്ടി ഇപ്പോൾ ഒരു ലീഗൽ റൈറ്റ് ആണ്, ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ത് റൈറ്റ് ആണെന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. ഇപ്പോഴത്തെ എന്ത് റൈറ്റ് ആയിട്ടാണ് പറയുക എന്ന്, മോറൽ റൈറ്റ് ആണോ, അങ്ങനെയുള്ള ഫണ്ടമെന്റൽ റൈറ്റ് ആണോ, ലീഗൽ റൈറ്റ് ആണോ, ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് എ ലീഗൽ റൈറ്റ്. ഓക്കെ. 1978 44th അമെൻമെന്റിലൂടെയാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് ടു പ്രോപ്പർട്ടി കൺവേർട്ട് ചെയ്യപ്പെട്ട് ഒഴിവാക്കപ്പെട്ടത് മറക്കരുത്, 1978 44th അമെൻമെന്റ്. ഇപ്പോൾ അത് ഒരു ലീഗൽ റൈറ്റ് ആണ്. 300A ആർട്ടിക്കിൾ 300A ലീഗൽ റൈറ്റ് ആയിട്ട് അതിനെ മാറ്റപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹു ഈസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്? ഇത് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഇതിന് ആൻസർ ഒന്ന് പറയാവോ? ഞാൻ ഇപ്പൊ കുറച്ച് മുന്നേ പറഞ്ഞിട്ടേ ഉള്ളൂ, എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ദ കൗൺസിൽ ഓഫ് ദ സ്റ്റേറ്റ്സ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ആൻസർ ചെയ്യാമെന്ന്? വൈസ് പ്രസിഡന്റ്. യെസ്, എക്സാക്ട്ലി, വൈസ് പ്രസിഡന്റ് ആണ് കറക്റ്റ് ആൻസർ ആണ്. അദ്ദേഹമാണ് മെമ്പർ അല്ലാത്ത, ആ ഒരു ഹൗസിലെ മെമ്പർ അല്ലാത്ത എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആയിട്ട് വരുന്ന, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ, പ്രിസൈഡിംഗ് ഓഫീസർ എന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക. ചിലപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ എന്നായിരിക്കും ചോദിക്കുന്നത്, എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്നായിരിക്കണം എന്നില്ല. എന്ന് വെച്ച് ആൻസർ തെറ്റിപ്പോവരുത്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ രാജ്യസഭയാണ്, അത് മറക്കരുത്. വൈസ് പ്രസിഡന്റ് ആണ് അതിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ക്യാൻ അമെൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾ കുറെ കാലം മുന്നേ ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യാൻ പോലും പറ്റാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സ്ട്രിക്റ്റ് ആയിട്ട്, ആബ്സല്യൂട്ട് ആയിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് അവിടെ നിലനിൽക്കണം. അതിന് പിന്നെ അമെൻഡ് ചെയ്ത് ഫ്ലെക്സിബിൾ ആക്കി മാറ്റാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അത് മാറ്റിയ ശേഷമാണ് നമ്മളെ ഇപ്പൊ നേരത്തെ പറഞ്ഞ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ള ഫണ്ടമെന്റൽ റൈറ്റ് ഒക്കെ എടുത്ത് മാറ്റപ്പെട്ടത്. പിന്നെ ഇപ്പൊ ഫ്ലെക്സിബിൾ ആണ്. അപ്പൊ ആർക്കായിരിക്കും അതിന്റെ പവർ ഉണ്ടായിരിക്കുക? ഇതിൽ പാർലമെന്റിനായിരിക്കോ, ലോക്സഭയ്ക്കായിരിക്കോ, സുപ്രീം കോർട്ടിനായിരിക്കോ, അതോ പ്രസിഡന്റിനായിരിക്കും? പാർലമെന്റ്. യെസ്, കറക്റ്റ് ആണ്.
കാരണം പാർലമെന്റ് എന്ന് പറയുമ്പോൾ ലോക്സഭയും രാജ്യസഭയും ചേർന്നതാണ്. ലോക്സഭയിൽ മാത്രമായിട്ട് ഒരിക്കലും നമുക്ക് ഒരു ആക്ട് കൊണ്ടുവരാനോ ഒരു ആക്ടിൽ ഭേദഗതി വരുത്താനോ, അതും വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടിൽ ഭേദഗതി വരുത്താൻ ഒരിക്കലും സാധിക്കില്ല. അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ അത് അത്രയും പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ഏരിയയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ആക്ടോ ഒരു ഓർഡിനൻസോ ഒന്നും ഇറക്കാൻ നമ്മുടെ ഇന്ത്യയിൽ പറ്റില്ല. അത്രയും സാധിക്കാത്തൊരു കാര്യമാണ്. അങ്ങനെയുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിൽ തിരുത്തലുകൾ വരുമ്പോൾ ലോക്സഭയ്ക്ക് മാത്രം അതിലൊരു ഇൻവോൾവ്മെന്റ് പറ്റില്ല. ലോക്സഭയിൽ മാത്രം പാസ്സാക്കിയത് കൊണ്ട് ആ ഒരു അമെന്റ്മെന്റ് പാസ്സാവില്ല. അത് പാർലമെന്റിൽ പാസ്സാക്കണം. അതാണ് ആൻസർ വരിക. അപ്പൊ പാർലമെന്റ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇൻ ഇന്ത്യ ദി ഇലക്ഷൻ കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ്. ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷനിൽ എത്ര ആൾക്കാരാണുള്ളത്? എത്ര ബോഡിയാണ് അതിനകത്തുള്ളത്? എത്ര മെമ്പേഴ്സ് ചേർന്നാലാണ് ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ ആവുന്നത്? ആൻസർ വരുന്നത് 3 ആണ്. ഒരു ചെയർമാൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു 2 മെമ്പേഴ്സ് എക്സ്ട്രാ മെമ്പേഴ്സും ഉണ്ടായിരിക്കും അതിനകത്ത്, സബോർഡിനേറ്റ്സ് ആയിട്ട്. അങ്ങനെയാണ് 3 മെമ്പേഴ്സ് ആണ് ഇലക്ഷൻ കമ്മീഷനിൽ ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഫസ്റ്റ് അറ്റോർണി ജനറൽ ഫോർ ഇന്ത്യ? MC Stalwart. സെറ്റൽവാദ്. അതെ അതെ, കറക്റ്റ് ആണ് ആൻസർ. MC സെറ്റൽവാദ് എന്നുള്ള അദ്ദേഹമായിരുന്നു ഫസ്റ്റ് അറ്റോർണി ജനറൽ. ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാ? അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. 15th അറ്റോർണി ജനറൽ ആണ്. ഇപ്പോ 15ാമത് അറ്റോർണി ജനറൽ ആണ് ഇപ്പൊ കറന്റ് അറ്റോർണി ജനറൽ ആയിട്ടുള്ള ആള്. അദ്ദേഹത്തിന്റെ പേരാണ് KK വേണുഗോപാൽ. പ്രസന്റ് അറ്റോർണി ജനറൽ KK വേണുഗോപാൽ ആണ്. ഓക്കെ, ഫസ്റ്റ് അറ്റോർണി ജനറൽ MC സെതൽവാദ് ആണ്. ഫസ്റ്റ് അറ്റോർണി ജനറൽ MC സെതൽവാദ് and present attorney general KK വേണുഗോപാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ, what does mens rea mean? ഞാൻ നേരത്തെ പറഞ്ഞ ഏരിയ ആണ്. ഫസ്റ്റ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞു പോയ ഒരു ഏരിയ ഇതായിരുന്നു. മെൻസ് റിയ എന്നാൽ അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു, ഞാൻ എടുത്തു നോക്കിയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് മെൻസ് റിയ എന്താണെന്നുള്ളത്. മെൻസ് റിയ എന്ന് പറയുമ്പോൾ ഗിൽറ്റി സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഇത് പല രീതിയിലായിരിക്കും ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസ് ഉണ്ടാവുക. ചിലപ്പോൾ ഗിൽറ്റി ഓഫ് മൈൻഡ് ആയിരിക്കും, ചിലപ്പോ പിന്നെ എന്താ പറയാ ക്രൈം കമ്മിറ്റ് ചെയ്യുന്നുള്ള അങ്ങനെയുള്ള രീതിയിൽ ഒരു ആൻസർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഒരു ഗിൽറ്റി മൈൻഡ് ആയിരിക്കും കൂടുതലായിട്ട് ചോദിക്കുക ആക്ടേഴ്സ് റിയ എന്ന് പറയുമ്പോൾ. അത് മാറിപ്പോരുത്. ഈവിൾ ഇന്റന്റ് ആണോ അല്ലെങ്കിൽ ബാഡ് ഇന്റൻസെൽസ് ആണോ ബാഡ് ഫെയ്ത്ത് ആണോ എന്നൊന്നും അങ്ങനെയുള്ള ഒരു മിസ്റ്റേക്ക് ഒന്നും വരരുത്. ഗിൽറ്റി സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, നമ്മുടെ മനസ്സിന്റെ ഗിൽറ്റി ആയുള്ള ഒരു ഇന്റൻഷൻ, ഒരു തെറ്റ് ചെയ്യാനുള്ള ഒരു പ്രവണത, തെറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡാണ്, മൈൻഡ് സെറ്റിനെയാണ് മെൻസ് റിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? പാർട്ട് 3യിലാണ് ഫണ്ടമെന്റൽ റൈറ്റ് പറയുന്നത്. ആർട്ടിക്കിൾ 12 to 35 ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡീൽ ചെയ്യുന്നത്. 12 to 35, ആർട്ടിക്കിൾ 12 to 35 ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. മാറിപ്പോകരുത്. ആർട്ടിക്കിൾ 12 to 35 ആണ് ഫണ്ടമെന്റൽ റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഡിക്ലയർഡ് ദ സ്റ്റേറ്റ് ഓഫ് എമർജൻസി? എന്നുവെച്ചാൽ സ്റ്റേറ്റ് എമർജൻസി ഡിക്ലെയർ ചെയ്തത് ആർട്ടിക്കിൾ 352 ഡിക്ലെയർ ചെയ്ത സമയത്ത് ആരായിരുന്നു ഇന്ത്യൻ പ്രസിഡന്റ്? ആരായിരുന്നു അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്? നമുക്കറിയാം എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത് ആരായിരിക്കും? പ്രസിഡന്റ് ആയിരിക്കും. പ്രസിഡന്റ് ആരായിരുന്നു ഫസ്റ്റ് ടൈമിൽ അവിടെ ഡിക്ലെയർ 1975 ഡിക്ലെയർ ചെയ്യുമ്പോൾ? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എമർജൻസിന്റെ ഏരിയ പറഞ്ഞ സമയത്ത്. ഒരു നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്ത ഈ സമയത്ത് നാഷണൽ എമർജൻസി ആയിരുന്നു അന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്.
അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ ആരായിരുന്നു പ്രസിഡന്റ് എന്നുള്ളത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് നോമിനേറ്റഡ് രാജ്യസഭ മെമ്പേഴ്സ് ഓഫ് ഇന്ത്യ. രാജ്യസഭയില് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൽ ഒരുപാട് മെമ്പേഴ്സിനെ നമുക്ക് നോമിനേറ്റ് ചെയ്യാനും പറ്റും പല മേഖലകളിൽ നിന്നും. പിന്നെ നമുക്കറിയാം സിനിമാ മേഖലയിൽ നിന്ന് ഒരുപാട് പേര് പോകുന്നു, സ്പോർട്സിൽ നിന്ന് ഒരുപാട് പേരെ സെലക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ ഏരിയ സ്പെസിഫൈ ചെയ്തിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസിൽ നിന്ന് എത്ര മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്തിട്ട് രാജ്യസഭാ മെമ്പേഴ്സ് ആവുന്നുണ്ട്? 12 ആണ് ആൻസർ. 12 ക്വസ്റ്റ്യൻ ഈ ആൻസർ വരുന്നത് എ ആണ്. 12 ആണ് വരുന്നത്. 12 മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് ചോദിച്ചാൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നാൽ എന്ത്? ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നാൽ അത് കുറെ പേര് തെറ്റിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ പണിഷ്മെന്റ് നിങ്ങൾ ഫസ്റ്റ് ടൈം ചിലപ്പോൾ കേൾക്കുന്നതുകൊണ്ടുള്ള ഒരു ഇഷ്യൂ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുമ്പോൾ ഡെത്ത് പെനാലിറ്റി ആണ്. വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോഴാണ് അതിനെയാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഡെത്ത് പെനാലിറ്റി ആണ്. ഇംപ്രിസൺമെന്റ് ഓഫ് 14 years അല്ല, പിന്നെ മരണം വരെ ഇംപ്രിസൺമെന്റ് അങ്ങനെയല്ല, 20 years ഇംപ്രിസൺമെന്റ് അങ്ങനെയല്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ ജീവപര്യന്തമാവാം, അങ്ങനെയുള്ള ഇതാണ് അങ്ങനെ പറയുന്നത്. ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുമ്പോൾ ഡെത്ത് പെനാലിറ്റി ആണ്. ഓക്കെ, LLB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഗം ബക്കാലറിയസ്, അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അത് തന്നെ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അതൊരു ലാറ്റിൻ ടേം ആണ്. അതുകൊണ്ട് തന്നെ അതിൽ കറക്റ്റ് വേർഡ് ആണോ, കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആണോ എന്ന് അറിയില്ല. പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് വെച്ചിട്ട് നോക്കുമ്പോൾ ലീഗം ബക്കാലറിയസ്, LLB സ്റ്റാൻഡ്സ് ഫോർ ലീഗം ബക്കാലറിയസ്. ഓക്കെ, അത് തെറ്റരുത്. കാരണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ LL കഴിഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടാണ് B എഴുതേണ്ടത്. പലരും LLB എന്ന് എഴുതുമ്പോൾ, ഇതിലിപ്പോ ഞാനും ഈ ക്വസ്റ്റ്യനിൽ ഇട്ടേക്കുന്ന LLB സ്പീഡിൽ ടൈപ്പ് ചെയ്തതിൽ പറ്റിയ മിസ്റ്റേക്ക് ആണ്. LL കഴിഞ്ഞിട്ട് ഒരു ഡോട്ട് ഇട്ടിട്ടാണ് B എഴുതേണ്ടത്. ഓക്കെ, അതൊന്നും നമ്മൾ തെറ്റ് വരുത്താൻ പാടില്ലാത്ത ഒരു ഏരിയ ആണ്. കാരണം നമ്മൾ ലോയേഴ്സ് ആവാൻ പോകുന്നവരാണ്. അപ്പൊ അതിൻ്റെതായ ഒരു കാര്യം നമ്മൾ ഒരിക്കലും നമ്മുടെ ഏരിയ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ലീഗം ബക്കാലോറിയസ് മറക്കരുത്. ലീഗം ബക്കാലോറിയസ്. ബാച്ചിലേഴ്സ് എന്നുള്ള വേർഡൊക്കെ വന്നത് ഈ വേർഡിൽ നിന്നായിരിക്കണം. അതുകൊണ്ടായിരിക്കും ബാച്ചിലേഴ്സ് ഡിഗ്രി എന്നൊക്കെ പറയുന്നത് ഈ വേർഡിൽ നിന്നായിരിക്കും ചിലപ്പോൾ. ബാക്കാലോറിയസ്, ലീഗം ലോ, ലീഗം ലോ, ലീഗം ബക്കാലോറിയസ്, അങ്ങനെയുള്ള ഒരു ഇത് വെച്ചിട്ട് ഓർത്ത് വെച്ചാൽ മതി. അത് മറക്കരുത്, അത് മാറിപ്പോകരുത്. കറക്റ്റ് ആയിട്ട് നോക്കി വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് തെറ്റ് വരുത്തരുത് ഒരിക്കലും. നെക്സ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞാല് a judge of Supreme Court hold office till he or she reaches the age of. ഇത് ഒരുപാട് പേര് തെറ്റിച്ചിട്ടുണ്ട്. ഈ ആൻസർ എന്താന്നുള്ളത് കൺഫ്യൂഷൻ ആയതുകൊണ്ടായിരിക്കാം പലരും ഇത് തെറ്റിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി ജഡ്ജിന്റെ പ്രായപരിധി എന്ന് പറഞ്ഞാൽ 65 years ആണ്. ഓക്കെ, 65 years വരെയാണ് സുപ്രീം കോടതി ജഡ്ജ്. റിട്ടയർമെന്റ് ഏജ് എന്ന് പറയുന്നത് 65 years ആണ്. അത് മാറിപ്പോകരുത്. അവിടെ ഒരു അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല എന്നൊന്നും വിചാരിക്കേണ്ട. അതുപോലെ 60 ആണോന്ന് വിചാരിക്കേണ്ട. 62 ആണ് ഹൈക്കോടതി ജഡ്ജസിന് വരുന്നത്, 65 ആണ് സുപ്രീം കോടതി ജഡ്ജസിന് വരുന്നത്. ഓക്കെ, 62 ഹൈക്കോടതി ജഡ്ജസിന്, 65 സുപ്രീം കോടതി ജഡ്ജസിന്. ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, the oath of office of the president is conducted by. ആരാണ് സത്യപ്രതിജ്ഞ എടുക്കുന്ന സമയത്ത് ഓത്ത് ചൊല്ലി കൊടുക്കുന്നത്? പ്രസിഡന്റിന് ആരായിരിക്കും? പ്രസിഡന്റ് നമ്മുടെ സുപ്രീം ആയിട്ടുള്ള ഒരു ഹെഡാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ ചിന്തിക്കുമ്പോൾ ആ ഒരു ലെവലിലുള്ള ഒരാൾക്ക് അത്രയും പ്രാധാന്യമുള്ള ഒരു പോസ്റ്റിലുള്ള ആളായിരിക്കണം തീർച്ചയായിട്ടും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുക. അപ്പോൾ ആ ഓത്ത് പറയുന്നത് ആരാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. പിന്നെ ഒരുപാട് പേർക്ക് മിസ്റ്റേക്ക് വന്നിട്ടുള്ള മറ്റൊരു ഏരിയ ആണ് മുസ്ലിം മാരേജ് ഈസ് ഡാഷ്. ആ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എല്ലാവർക്കും മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. കാരണം
മുസ്ലിം മാരേജ് പറയുമ്പോൾ എല്ലാവരും വിചാരിച്ചു സാക്രമെന്റ് ആണോ അല്ലെങ്കിൽ ഡിവൈൻ കമാൻഡന്റ് ആണോ എന്നൊക്കെയായിരുന്നു കുറെ പേരുടെ ഡൗട്ട്. പക്ഷെ മുസ്ലിം മാരേജ് എന്ന് പറഞ്ഞാൽ അത് സിവിൽ കോൺട്രാക്ട് ആണ്, ഒരു കോൺട്രാക്ട് ആണത്. സിവിൽ കോൺട്രാക്ട് ആയിട്ടാണ് മുസ്ലിം മാരേജിനെ കൺസിഡർ ചെയ്യുക. ഓക്കെ, അത് പഠിച്ചു വെക്കണം. സിവിൽ കോൺട്രാക്ട് ആണ് ഒരു മുസ്ലിം മാരേജ് എന്ന് പറഞ്ഞു. വിച്ച് റൈറ്റ് വാസ് remarked by Dr. B.R. Ambedkar as the heart and soul of Constitution. ഏതാണ് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് B.R. അംബേദ്കർ പറഞ്ഞത്? ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ മെൻഷൻ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ചോദിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത്. അത്രയും ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ PSC എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ, ലീഗൽ അസിസ്റ്റന്റ് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ, അതുപോലെ മജിസ്ട്രേറ്റ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ, ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഹൃദയവും ആത്മാവും, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹൃദയവും ആത്മാവും എന്ന് പറയുന്നത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അങ്ങനെ പറഞ്ഞ ഒരുപാട് റൈറ്റ്സ് ഉണ്ട്. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റൈറ്റ്സ് പറയുന്നുണ്ട്. പക്ഷെ ഈ റൈറ്റ്സ് എല്ലാം അവിടെ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, അത് വയലേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. ആ സാഹചര്യത്തില് അതിന് സപ്പോർട്ടീവായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് റെമഡീസ് ഉണ്ടായിരിക്കണം. ആ റെമഡീസ് ആണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ റിട്ടുകൾ. ആർട്ടിക്കിൾ 32 എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 32 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഓക്കെ, മറക്കരുത്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 32 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡോക്ടർ B.R. അംബേദ്കർ പറഞ്ഞ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. അതൊരിക്കലും മാറരുത്. മറ്റുള്ള ഒരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇത്രയും റൈറ്റ്സ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ റൈറ്റ്സ് ലംഘിക്കപ്പെടുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ട എന്തെങ്കിലും റെമഡീസ് ഉണ്ടായിരിക്കണം. ആ റെമഡീസ് ഉണ്ടാകുമ്പോഴേ ആ റൈറ്റ് അവിടെ ഉണ്ടായിട്ട് കാര്യമുള്ളൂ. കാരണം അല്ലെങ്കിൽ അത് പിന്നെ ആരെങ്കിലും ഇല്ലീഗലി നമുക്ക് ആ റൈറ്റ് ഡിനേ ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്ന സമയത്ത് അതിന് റെമഡി ഇല്ലെങ്കിൽ അതിലൊരു അർത്ഥമില്ല. അപ്പോൾ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. അത് പറഞ്ഞത് ആരാണ്? ഡോക്ടർ B.R. അംബേദ്കർ. B.R. അംബേദ്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആരായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു. അതുപോലെ തന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്രമല്ല, ഫസ്റ്റ് ലോ മിനിസ്റ്റർ ആണ്. അത് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്, നമ്മളത് ശ്രദ്ധിക്കണം. ഇതുവരെയുള്ള ക്ലിയർ അല്ലേ? എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? വേണ്ട. ഓക്കെ. നെക്സ്റ്റ് വരുന്നത്, വാട്ട് ഈസ് ദ ടൈം ലിമിറ്റ് ടു ഗെറ്റ് ഇൻഫർമേഷൻ അണ്ടർ RTI ആക്ട്? റൈറ്റ് ടു ഇൻഫർമേഷൻസ് ആക്ട് 2005 എത്ര ദിവസമാണ് അതിന്റെ ടൈം ലിമിറ്റ് വരുന്നത്? ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ദിവസമാണ് അതിന്റെ ടൈം ലിമിറ്റ് വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അതിന് ആൻസർ 30 days ആണ്. 1 month പീരീഡ് ആണ് പറയുന്നത്. 30 daysന്റെ ഉള്ളിൽ ആണ് നമുക്ക് ഇൻഫർമേഷൻ എന്തായാലും കിട്ടിയിരിക്കണം എന്ന് പറയുന്നത് ടൈം ലിമിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻ വിച്ച് ഇയർ ഇന്ത്യ IT ആക്ട് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്? ഏത് വർഷമാണ്? ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട്. ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് വരുമ്പോൾ അതിൽ കുറെ അമെൻമെന്റ്സ് ഇപ്പൊ വന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് പിന്നെ അതിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരുപാട് സെക്ഷൻസ് എടുത്തു കളഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പൊ നമുക്ക് ചോദിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോവാത്തത്. IT ആക്ട് ഏത് വർഷമാണ് വന്നത്? IT ആക്ട് വന്നിട്ടുള്ളത് 2000 RTI ആക്ട് 2005 IT ആക്ട് 2000 പെട്ടെന്ന് നമ്മൾ ഈ RTI ആക്ട് എന്ന് കാണുമ്പോൾ അത് കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് സഡൻ ആയിട്ട് ആൻസർ ചെയ്യാൻ നിൽക്കരുത്. ഏത് ഇയർ ആണെന്നൊക്കെ ചോദിക്കുന്ന സാഹചര്യത്തിൽ മാറിപ്പോവാൻ സാധ്യതയുണ്ട്. RTI ആക്ട് എന്ന് പറയുമ്പോൾ ഇനി IT ആക്ട് ആണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ആ ഡൗട്ട് ഒന്നും വരരുത്. RTI ആക്ട് 2005
അതുപോലെ തന്നെ IT ആക്ട് 2000. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. അവസാനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തതിൽ അവസാനത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്താണെന്ന്, ഇതിൽ ഏതൊക്കെയാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന്റെ എക്സാമ്പിൾസ് എന്നാണ്. ഇതിന്റെ ആൻസർ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? All of the above. യെസ്, കറക്റ്റ് ആണ്. കാരണം പേറ്റന്റ് എടുക്കുന്നതും ട്രേഡ് മാർക്ക് എടുക്കുന്നതും കോപ്പിറൈറ്റ് എടുക്കുന്നതും ഒക്കെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയിലാണ്. അതൊരു സ്പെഷ്യൽ പവർ ആണ്. ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്ട്രാ പവർ ആണ്. ഒരു എന്തെങ്കിലും പേറ്റന്റിലാണെങ്കിലും ഒരു എക്സ്ട്രാ ഒരു പവർ നമുക്ക് ആ പ്രോപ്പർട്ടിയിൽ നമുക്ക് കിട്ടുകയാണ്. ആ ഒരു കാര്യം വരുമ്പോഴാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അത് പേറ്റന്റ് ആയിട്ട് എടുക്കാം, ട്രേഡ് മാർക്ക് ആയിട്ട് എടുക്കാം, കോപ്പിറൈറ്റ് ആയിട്ട് എടുക്കാം. അതുപോലെ പേറ്റന്റ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ട്. കുറെ ഹെഡുകൾ ഉണ്ട്, ഡിസൈനിലുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളിൽ പേറ്റന്റും കോപ്പിറൈറ്റും ട്രേഡ് മാർക്കും ഒക്കെ എടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി എബവ് ആണ്. ഇതെല്ലാം എക്സാമ്പിൾ ആണ് എന്തിന്റെ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോന്റെ എക്സാമ്പിൾസ് ആണ്. ഇതായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന, കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന ടെസ്റ്റ് പേപ്പർ ഇതായിരുന്നു. ഇനി ഇന്ന് ഒരു ടെസ്റ്റ് പേപ്പർ ഇട്ടിട്ടുണ്ട്, കേട്ടിട്ടില്ലാത്തവർ ഒന്ന് ശ്രദ്ധിക്കുക. ആ ടെസ്റ്റ് പേപ്പർ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഒന്ന് ചെയ്ത് നോക്കുക. 15 മിനിറ്റ്സ് ടൈം ഉണ്ട്. 25 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ചില ക്വസ്റ്റ്യൻസ് ഈസി ആയിരിക്കും, അപ്പൊ അതിന് ടൈം ഒരുപാട് എടുക്കണ്ട. ചില ക്വസ്റ്റ്യൻസ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് എവിടെ ഗൂഗിൾ സെർച്ച് ഒന്നും നടത്താണ്ട് നിങ്ങളായിട്ട് തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത് പിറ്റത്തെ ദിവസം നമ്മൾ റെക്ടിഫൈ ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാനും ഓർമ്മയിലിരിക്കാനും അത് സാധിക്കും. അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കുക. വെറുതെ കോപ്പി നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അതിന്റെ എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കിക്കൊണ്ട് അങ്ങനെ ഒരു പഠിക്കരുത്. ഓക്കെ, അപ്പൊ ഈ ഏരിയ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം, ഫിനിഷ് ചെയ്യാം അല്ലെ. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോവാം അല്ലെ. ഇതെല്ലാം ഓക്കെ അല്ലേ? ഇനി ഇതിൽ നിങ്ങൾക്ക് ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് പറയാം. ഐശ്വര്യ, ക്ലിയർ അല്ലേ? Yes, ma'am. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത PPT-യിലേക്ക് പോവാം. PPT-യിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ഏരിയ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളടുത്ത്. ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്. ആ ഒരു ഏരിയ ഒക്കെ കവർ ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ലീഗൽ ടേംസ് കവർ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ക്ലാസ് ആയിരിക്കും ഇന്ന്. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലീഗൽ ടേംസ്, പിന്നെ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന ഒരു ഹെഡിൽ വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ വരിക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ക്ലാസ് ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇത് ശ്രദ്ധിച്ച് അറ്റൻഡ് ചെയ്യുക, കാരണം ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ട ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ്, ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ടാണ് ഇന്നത്തെ നോട്ട്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാനും ഈസി ആയിട്ട് പഠിക്കാനും പറ്റും, നിങ്ങൾക്ക് അത് ഉപകരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് നോക്കാം എന്താണ് ജൂറിസ്പ്രുഡൻസ്. ജൂറിസ്പ്രുഡൻസ് പറയുമ്പോൾ the word jurisprudence have been derived from a Latin word jurisprudentia, which means knowledge of law. എന്ന് വെച്ചാൽ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുമ്പോൾ അതൊരു ലാറ്റിൻ വേർഡ് ആണ്. നമ്മുടെ ഇന്ത്യയിലുള്ളതാണെങ്കിലും മിക്ക രാജ്യങ്ങളും ഫോളോ ചെയ്യുന്ന കുറെ ലീഗൽ ടേംസും ലീഗൽ മാക്സിംസും ഒക്കെ വരുന്നത് ലാറ്റിൻ വേർഡിലായിരിക്കും. കൂടുതലും ലാറ്റിൻ വേർഡിലാണ് നമ്മളിത് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പം അത് ശ്രദ്ധിക്കണം. പിന്നെ വരുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം, അതിന്റെ മീനിങ് എന്താണെന്നുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, അപ്പോ നമ്മളിപ്പോ ചോദിക്കുകയാണ് ജൂറിസ്പ്രുഡൻസിന്റെ മീനിങ് എന്താണ്, വാട്ട് ഈസ് ദി ജൂറിസ്പ്രുഡൻസ് മീൻസ് അന്ന് ചോദിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, ഡയറക്റ്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിച്ചെന്ന് വരാം. അങ്ങനെ ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിന് ആൻസർ വരുന്നത് നോളജ് ഓഫ് ലോ ആണ്. നിയമത്തിലുള്ള അറിവിനെയാണ് ജൂറിസ്പ്രുഡൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കളക്ഷൻ ഓഫ് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലോ ആണ്.
ഒരു കൂട്ടം ജനറൽ പ്രിൻസിപ്പിൾസ്, അതാണ് ജൂറിസ്പ്രുഡൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്ന് വെച്ചാൽ അത് നോളജ് ഓഫ് ലോ ആണ് അതിന്റെ യഥാർത്ഥ മീനിങ്. ജൂറിസ്പ്രുഡൻഷ്യ എന്നുള്ള ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ജൂറിസ്പ്രുഡൻസ് എന്ന വേർഡ് ഉണ്ടായത്. അതുപോലെ തന്നെ അത് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുമ്പോൾ അതൊരു കളക്ഷൻ ഓഫ് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലോ ആണ്. ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്. നിയമം കൊണ്ടുവരുമ്പോൾ നിയമം അത് ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ടായിട്ടാണ് നമ്മൾ ഒരു നിയമം ഉണ്ടാക്കുക. അല്ലാണ്ട് ഒരു കസ്റ്റം ഫോളോ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ഏരിയയിലുള്ള കുറച്ച് സോവറിൻ ആയിട്ടുള്ള കുറച്ച് ആളുകൾ പറയുന്നത് കേട്ടിട്ടോ അങ്ങനെയൊന്നുമല്ല നമ്മൾ ലോ കൊണ്ടുവരുന്നത്. ഒരു കൂട്ടം ആളുകളുടെ ഇഷ്ടത്തിന് ഒരിക്കലും നമുക്ക് ലോ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ജൂറിസ്പ്രുഡൻഷ്യ മീൻസ് നോളജ് ഓഫ് ലോ ആണ് അതിന്റെ മീനിങ് വരിക. കളക്ഷൻ ഓഫ് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലോ ആണത്. ഇറ്റ് മേ ബി റിഗാർഡഡ് ആസ് ദ ഫിലോസഫി ഓഫ് ലോ ഡീലിംഗ് വിത്ത് ദ നേച്ചർ, സോഴ്സസ്, എലമെന്റ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ലോ. ലോയില് ഈ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് ഫിലോസഫിക്കലാണ്, ഫിലോസഫീസ് ഒക്കെ ചേർന്നിട്ടുള്ളതാണ്. അത് അതിന്റെ ലോന്റെ നേച്ചർ, സോഴ്സസ്, എലമെന്റ്സ്, ഫങ്ഷൻസ് ഒക്കെ മെൻഷൻ ചെയ്തു പോകുന്ന ഒരു ഏരിയ ആണ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മള് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നതിന്റെ എന്താണ് അതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു. നോളജ് ഓഫ് ലോ ആണെന്ന് പറഞ്ഞു. കുറച്ച് കളക്ഷൻ ഓഫ് ജനറൽ പ്രിൻസിപ്പിൾസ് ചേരുന്നതാണ് ലോക്കുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് എല്ലാം ചേർന്നതാണ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫിലോസഫി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് ജൂറിസ്പ്രുഡൻസ്. ഓക്കെ, അതില് ജൂറിസ്പ്രുഡൻസിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്കൂൾസ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ചോദിക്കുക ഹിസ്റ്റോറിക്കൽ സ്കൂൾ ഇത് ആരാണ് എക്സ്പോണ്ട് ചെയ്തിട്ടുള്ളത്, ആരാണ് ഇതിന്റെ എക്സ്പോണന്റ് എന്ന് പറയുന്നത്, അതിന്റെ ഫാദർ ആരാണ്, അങ്ങനെയൊക്കെയുള്ള ചോദ്യമായിരിക്കും ചോദിക്കുക. അല്ലാണ്ട് ഇത് എന്താണെന്നുള്ളതൊക്കെ ആയിട്ടായിരിക്കില്ല ചോദിക്കുക. പക്ഷെ നമ്മൾ അത് അറിഞ്ഞിരുന്നാൽ കുറച്ചുകൂടെ ഉപകാരമായിരിക്കും. നമുക്ക് പിന്നീടും അത് യൂസ് ചെയ്യാൻ കഴിയും. പിന്നീട് നമ്മൾ പഠിക്കുന്ന സമയത്ത്, കോളേജിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്ന സമയത്ത് അത് യൂസ്ഫുൾ ആയിരിക്കും. പെട്ടെന്ന് കേട്ട ഒരു ഫീലൊക്കെ വരും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ക്യാച്ച് ചെയ്യാനും പറ്റും. സ്കൂൾസ് എന്ന് പറയും, സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് സ്കൂൾസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കൂൾസ് മാത്രമാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ സ്കൂളാണ്. ഹിസ്റ്റോറിക്കൽ സ്കൂൾ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രൊപ്പണൻസ് എന്ന് വെച്ചാൽ എക്സ്പോണൻസ് ആരായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ സാവഗ്നി ആൻഡ് ഹെൻറി മെയിൻ ആണ്. ഹെൻറി മെയിൻ എന്ന് പറഞ്ഞ അദ്ദേഹവും അതുപോലെ തന്നെ സാവഗ്നി എന്നുള്ള അദ്ദേഹം ജൂറിസ്റ്റും ആണ് ഇതിന്റെ ചീഫ് എക്സ്പോണൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് ദ ജനറൽ പ്രിൻസിപ്പിൾസ് ഗവേണിംഗ് ദ ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലോ. ഇത് വെച്ചിട്ട് ലോയുടെ ഒറിജിൻ എന്താണ്, അതുപോലെ തന്നെ ഈ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ ഹിസ്റ്ററി ആയിരിക്കും, എങ്ങനെയാണ് ആ ലോ വന്നത്, അതിനെങ്ങനെയാണ് ആ ഡെവലപ്പ് ചെയ്തത്, അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ അതിന്റെ ഹിസ്റ്ററിയിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് അതിന്റെ ഒറിജിൻ മുതൽ അത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്, ലോ വന്നിട്ടുള്ളതിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ഏരിയ ആണ് ഹിസ്റ്റോറിക്കൽ സ്കൂൾ എന്ന് പറയുമ്പോൾ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹിസ്റ്റോറിക്കൽ, ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലോ, അങ്ങനെയുള്ള പ്രിൻസിപ്പിൾസ് ആണ് ഇതിൽ പറയുന്നത്. പിന്നെ അക്കോർഡിംഗ് ടു ദം ദ ലോ ഓഫ് പീപ്പിൾ ഗ്രോ ഇൻ ദ സെയിം മാനർ ജസ്റ്റ് ആസ് ഇറ്റ്സ് ലാംഗ്വേജ് ആൻഡ് മാനേഴ്സ് ആർ ഫോംഡ്. ഒരു ഭാഷയും മാനറിസം ഒക്കെ രൂപപ്പെട്ട ആ ഒരു രീതിയിൽ എന്ന് വെച്ചാൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് ലോ എന്നാണ് നമ്മുടെ ഹിസ്റ്റോറിക്കൽ സ്കൂളിൽ പറയുന്നത്. ഇനി അത് നെക്സ്റ്റ് വൺ ആണ് അനലിറ്റിക്കൽ സ്കൂൾ. അനലിറ്റിക്കൽ സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ഇനിയും ഒരുപാട് ഏരിയയിൽ നമ്മൾ കേൾക്കും. ഹിസ്റ്റോറിക്കൽ സ്കൂളിൽ നിന്ന് കുറച്ച് മാറ്റം വന്നുകൊണ്ടാണ് അനലിറ്റിക്കൽ സ്കൂൾ പറയുന്നത്. ഓസ്റ്റിൻ ആണ് ഇതിന്റെ ഫാദർ എന്ന് പറയാ, മെയിൻ ആയിട്ട് പറയാം. പിന്നെ മറ്റുള്ള കുറച്ച് ജൂറിസ്റ്റുകൾ കൂടെ ഇതിൽ പറയുന്നുണ്ട്. ജൂറിസ്റ്റ് എന്ന് പറയുമ്പോൾ നിയമതത്വകരാണ്, നിയമങ്ങളും ഒക്കെ പഠിക്കുന്ന ലോന്റെ ഒക്കെ തത്വചിന്തകരാണ് ജൂറിസ്റ്റ് എന്ന് പറയുന്നവര്. അപ്പോൾ ജൂറിസ്റ്റ് എന്ന് പറയുന്നതിൽ ഇതിലുള്ള എക്സ്പോണൻസ് ആരൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അനലിറ്റിക്കൽ സ്കൂൾ ഓസ്റ്റിൻ, ഹോളണ്ട്, സാൽമണ്ട് ഇത്രയും 3 പേരാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള എക്സ്പോണൻസ് എന്ന് പറയുന്നത്. ഓസ്റ്റിൻ ആണ് ഇതിന്റെ ഫാദർ.
ഫാദർ വരുന്നത്. അനലിറ്റിക്കൽ സ്കൂളിലെ ഫാദർ ആണ് ഓസ്റ്റിൻ. ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രസന്റ് സിറ്റുവേഷൻ ഓഫ് ലോ. അനലിറ്റിക്കൽ സ്കൂൾ ഡീൽ ചെയ്യുന്നത് പ്രസന്റ് സിറ്റുവേഷൻ ആണ്. അതിന്റെ പാസ്റ്റോ അതുപോലെ ഫ്യൂച്ചറോ അല്ല, ലോയുടെ പ്രസന്റ് സ്റ്റേജ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അക്കോർഡിംഗ് ടു ദം the law is the command of the sovereign and it is the creation of state. Without a sovereign there can be no law എന്നാണ് ഇതിൽ പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു കമാൻഡ് ഓഫ് ദ സോവറിൻ, ഒരു സോവറിൻ പരമാധികാരിയുടെ കമാൻഡ് ആണ് ഇവിടെ ലോ എന്ന് പറയുന്നത്. അതാണ് അത്, അങ്ങനെയാണ് ലോ വരിക. ഒരു സോവറിൻ അവിടെ ഇല്ല, ഒരു പരമാധികാരി അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു നിയമമില്ല എന്നാണ് അനലിറ്റിക്കൽ സ്കൂളിന്റെ പ്രൊപ്പണൻസ് ആയിട്ടുള്ള ഓസ്റ്റിന്റെയും ഹോളണ്ടിന്റെയും സാൽമണ്ടിന്റെയും ഒക്കെ ഒപ്പീനിയൻ. അപ്പോൾ അനലിറ്റിക്കൽ സ്കൂൾ പറയുന്നത് ദ കമാൻഡ് ഓഫ് ദ സോവറിൻ. ചിലപ്പോൾ ചോദിക്കുന്നത് കമാൻഡ് ഓഫ് ദ സോവറിൻ എന്നുള്ള ആ ഒരു ഏരിയ ആയിരിക്കും ചോദിക്കുക. അത് ഏത് സ്കൂളുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? അല്ലെങ്കിൽ വിത്തൗട്ട് എ സോവറിൻ ദർ ക്യാൻ ബി നോ ലോ എന്ന് പറയുന്നത് ഏത് ഏരിയയിലാണ് എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അനലിറ്റിക്കൽ സ്കൂൾ നിങ്ങൾ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അനലിറ്റിക്കൽ സ്കൂൾ എന്നൊരു ഹൈഫൺ എന്തെങ്കിലും ഇട്ടിട്ട് ഓസ്റ്റിൻ, പിന്നെ ഒരു ഹൈഫൺ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു പോയിന്റ് ആക്കിയിട്ട് എഴുതാം, കുഴപ്പമില്ല. ദ കമാൻഡ് ഓഫ് സോവറിൻ അത്ര മാത്രം ഷോർട്ട് ആക്കി എഴുതാം. പിന്നെ നെക്സ്റ്റ് ഒരു പോയിന്റ് എഴുതാം, വിത്തൗട്ട് എ സോവറിൻ ദർ ക്യാൻ ബി നോ ലോ. ഇതാണ് അതിൽ പറയുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ വായിക്കുമ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റും. ഹിസ്റ്റോറിക്കൽ സ്കൂളും അനലിറ്റിക്കൽ സ്കൂളും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എളുപ്പമായിരിക്കും. പിന്നെ വരുന്നത് ഇതിൽ വരുന്ന കാര്യം എന്താ വെച്ചാൽ ദിസ് സ്കൂൾ ഇസ് കൺസേൺഡ് നെയ്തർ വിത്ത് ദ പാസ്റ്റ് നോർ വിത്ത് ദ ഫ്യൂച്ചർ ബട്ട് ഓൺലി വിത്ത് ദ പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ ഈ സ്കൂൾ പ്രകാരം പറയുന്നത് പാസ്റ്റോ ഫ്യൂച്ചറോ അല്ല, പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ലോയാണ് ഇവിടെ കൺസേൺ ചെയ്യപ്പെടുന്നത്. പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ലോ, ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഓഫ് ലോ എന്താണ് അത് മാത്രമാണ് ഇവിടെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പോസിറ്റീവ് സ്കൂൾ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അനലിറ്റിക്കൽ സ്കൂളിന് മറ്റൊരു പേര് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് സ്കൂൾ എന്നുള്ള പേരിലും അനലിറ്റിക്കൽ സ്കൂള് അറിയപ്പെടുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്ന ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്തിക്കൽ ഓർ ഫിലോസഫിക്കൽ സ്കൂളാണ്. എത്തിക്കൽ ഓർ ഫിലോസഫിക്കൽ സ്കൂൾ എന്ന് പറയുമ്പോൾ അച്ചീവ് ജസ്റ്റിസ്, നീതി ഉറപ്പാക്കുക, എത്തിക്സ് ആണ് അവിടെ. എത്തിക്സ് മാത്രം ആലോചിച്ചാൽ മതി. നീതി ഉറപ്പാക്കുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നീതി ഉറപ്പാക്കാതെ ഒരു ലോ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു പുതിയ ലോ കൊണ്ടുവരാനോ ഒന്നും പറ്റില്ല. അവിടെ ഫിലോസഫിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോ ഇവിടെ ഈ സ്കൂൾ പ്രകാരം അച്ചീവ് ജസ്റ്റിസ് ആണ് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പർപ്പസ് ഓഫ് ലോ ഈസ് ടു മെയിൻറ്റെയിൻ ജസ്റ്റിസ് ഇൻ ദ സൊസൈറ്റി. സൊസൈറ്റിയിൽ ജസ്റ്റിസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഒരു പർപ്പസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എത്തിക്കൽ സ്കൂളിൽ പറയുന്നത് പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റിസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. മെയിൻറ്റെയിൻ ജസ്റ്റിസ് ഇൻ സൊസൈറ്റി. That is the purpose of ethical or philosophical school. Okay, it's concerned with the future of law. ഇത് കൺസേൺ ചെയ്യപ്പെടുന്നത് ഫ്യൂച്ചർ ഓഫ് ലോ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു അനലിറ്റിക്കൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസന്റ് സ്റ്റേജ് ആണ്, പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ലോ ആണ്. അതുപോലെ ഹിസ്റ്റോറിക്കൽ സ്കൂൾ എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? അത് പാസ്റ്റ് ആണ്, ഒറിജിൻ ആണ് അവിടെ പഠിക്കുന്നത്. അവിടെ അതിന്റെ ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എ ലോ ആണ് നമ്മൾ അവിടെ പഠിക്കുക. ഇവിടേക്ക് വരുമ്പോൾ ഫ്യൂച്ചർ ഓഫ് ലോ ആണ്, എത്തിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ വരുമ്പോൾ. ഓക്കെ, ഇതിന്റെ മെയിൻ എക്സ്പോണൻസ് ആരാണെന്ന് ചോദിച്ചാൽ ഹ്യൂഗോ ഗ്രോഷ്യസ് ആൻഡ് ഹെഗൽ. ഹെഗൽ എന്ന് പറയുന്നത് നമ്മളെ പ്രധാനപ്പെട്ട ഒരു ജൂറിസ്റ്റ് ആണ്. നമ്മൾ ഒരുപാട് തവണ ഇനി കേൾക്കാൻ പോകുന്ന ഒരു ജൂറിസ്റ്റ് ആണ്. LLBയിലേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ വരുന്നൊരു പേരാണ് ഹെഗൽ എന്നുള്ള പേര്. അത് മറക്കണ്ട. എക്സ്പോണൻസ് ആരാന്നുള്ളത് നോക്കി വെക്കണം. കാരണം അതായിരിക്കും ചിലപ്പോൾ കൂടുതലും ക്വസ്റ്റ്യൻ ആരാണെന്നായിരിക്കും ചോദിക്കുക. എക്സ്പോണൻസ് ആരാണെന്നുള്ളത് അനലിറ്റിക്കൽ സ്കൂളിലത് ഓസ്റ്റിൻ ആണ് മെയിൻ ആയിട്ട് പറയുമ്പോൾ, ഓസ്റ്റിൻ സാൽമൺ അങ്ങനെയാണ് പറയുമ്പോൾ. അപ്പൊ മറക്കരുത്. അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കലിന് വരുമ്പോൾ സാവഗ്നി ആൻഡ് ഹെൻറി മെയിൻ ഇവർ രണ്ടുപേരുമാണ് അതിന്റെ എക്സ്പോണൻസ് ആയിട്ട് വരുന്നത്.
പിന്നെ സോഷ്യോളജിക്കൽ സ്കൂളാണ് വരുന്നത്. നെക്സ്റ്റ് വൺ സോഷ്യോളജിക്കൽ സ്കൂളാണ് വരുന്നത്. മെയിൻ എക്സ്പോണൻസ് ആർ മോണ്ടസ്ക്യൂ, റോസ്കോ പൗണ്ട് ആണ് ഇതിന്റെ മെയിൻ എക്സ്പോണൻസ് എന്ന് പറയുന്നത്. An individual have double role in its social and interest. It is social ആണ്, സോഷ്യൽ ആയിട്ടും അതുപോലെ അവരെ ഇൻട്രസ്റ്റും അങ്ങനെ രണ്ട് ഡബിൾ റോളിലാണ് കൊണ്ടുപോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഒരു പേഴ്സണ് സൊസൈറ്റിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ പേഴ്സണൽ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഒരു ഡബിൾ റോൾ ആയിരിക്കും ഒരു ഇൻഡിവിജ്വൽ ഉണ്ടായിരിക്കുക എന്നാണ് സോഷ്യോളജിക്കൽ സ്കൂളിൽ പറയുന്നത്. അപ്പോൾ ലോയും അതുപോലെ തന്നെയാണ്. അതിനൊരു പേഴ്സണൽ ഇൻട്രസ്റ്റും പറയാം, സോഷ്യൽ ഇൻട്രസ്റ്റും പറയാം. ദ ഫോക്കസ് ഓഫ് ലോ ഷുഡ് ബി സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ഡെവലപ്മെന്റ്. അതിന്റെ മെയിൻ ഒബ്ജക്റ്റ് പക്ഷെ അവിടെ ഒരു എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ അവിടെ റേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക സൊസൈറ്റിക്കായിരിക്കും, സോഷ്യൽ ഇൻട്രസ്റ്റിനായിരിക്കും അതിന് പ്രയോറിറ്റി കൊടുക്കാം, അല്ലാണ്ട് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനായിരിക്കില്ല. അതുകൊണ്ടാണ് ഫോക്കസ് ഓഫ് ദ ലോ, നിയമം ഫോക്കസ് ചെയ്യേണ്ടത് സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റ് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടായിരിക്കണം, അല്ലാതെ പേഴ്സണൽ ഇൻട്രസ്റ്റിന് വേണ്ടി ആവരുത് എന്നാണ് സോഷ്യോളജിക്കൽ സ്കൂൾ വക്താക്കൾ പറയുന്നത്. അതിന്റെ പ്രൊപ്പണൻസ് ആരൊക്കെയാണ്? മോണ്ടസ്ക്യൂ, റോസ്കോ പൗണ്ട്. മോണ്ടസ്ക്യൂ ആൻഡ് റോസ്കോ പൗണ്ട് ആണ് അതിന്റെ പ്രൊപ്പണൻസ് ആയിട്ട് വരുന്നത്. ഇനി വരുന്ന ഏരിയ എന്താന്ന് വെച്ചാൽ തിയറീസ് ഓഫ് ലോ ആണ്. തിയറീസ് ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് നമ്മൾ സ്കൂള് പഠിച്ചു. അതിൽ മെയിൻ ആയിട്ട് പറയുന്ന സ്കൂളുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഹിസ്റ്റോറിക്കൽ സ്കൂൾ, അനലിറ്റിക്കൽ സ്കൂൾ, എത്തിക്കൽ ഓർ ഫിലോസഫിക്കൽ സ്കൂൾ, സോഷ്യോളജിക്കൽ സ്കൂൾ. ഇതിലൊക്കെ നമ്മൾ പഠിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഹിസ്റ്റോറിക്കൽ സ്കൂളിൽ ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലോ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സാവഗ്നി, ഹെൻറി മെയിൻ ഹിസ്റ്റോറിക്കൽ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അനലിറ്റിക്കൽ സ്കൂളിൽ വരുമ്പോൾ അതിൽ ഓസ്റ്റിൻ ആണ് അതിന്റെ ഫാദർ എന്ന് പറയുമ്പോൾ, അനലിറ്റിക്കൽ സ്കൂളിന്റെ ഫാദർ എന്ന് പറയുന്നത് ഓസ്റ്റിൻ ആണ്. ഓസ്റ്റിൻ, ഹോളണ്ട്, സാൽമണ്ട് എന്നിവരാണ് അതിന്റെ മെയിൻ എക്സ്പോണൻസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. അത് കമാൻഡ് ഓഫ് സോവറിൻ ആണ്. ഒരു സോവറിൻ ആണ് അവിടെ ലോ ഉണ്ടാക്കുക, ലോ കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു സോവറിനിറ്റി അവിടെ ഇല്ല, സോവറിൻ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു നിയമം ഇല്ല എന്നാണ് പറയുന്നത് അനലിറ്റിക്കൽ സ്കൂൾ ഓഫ് ലോയിൽ പറയുന്നത്. പിന്നെ ഡീൽസ് വിത്ത് ദ പ്രസന്റ് സിറ്റുവേഷൻ ഓഫ് ലോ ആണ് അവിടെ മെയിൻ ആയിട്ട് അത് ശ്രദ്ധിക്കേണ്ട കാര്യം. അനലിറ്റിക്കൽ സ്കൂൾ പ്രസന്റ് സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് ഓഫ് ലോ എന്ന് പറയുന്നത് പ്രസന്റ് സിറ്റുവേഷൻ ആണ് ഫോക്കസ് ചെയ്യുന്നത്. അവിടെ പാസ്റ്റോ ഫ്യൂച്ചറിനും അല്ല പ്രയോറിറ്റി കൊടുക്കുന്നത്, അതിന് കൺസേൺ ചെയ്യപ്പെടുന്നില്ല. പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ലോ ആണ് കൺസേൺ ചെയ്യപ്പെടുന്നത്. പോസിറ്റീവ് ലോ സ്കൂൾ എന്നാണ് മറ്റൊരു പേര് ഇതിനറിയപ്പെടുന്നത്, പോസിറ്റീവ് സ്കൂൾ എന്നാണ് അറിയപ്പെടുന്നത്. എത്തിക്കൽ ഫിലോസഫിക്കൽ സ്കൂൾ എന്ന് പറയുമ്പോൾ പിന്നെ ജസ്റ്റിസിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ എത്തിക്സിനാണ്. എത്തിക്കൽ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്തിക്സിനാണ് അവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത്. അവിടെ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയുടെ മെയിൻ്റെനൻസ് ആണ്, സൊസൈറ്റിയിൽ ജസ്റ്റിസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അത് ഫ്യൂച്ചർ ലോയാണ് അവിടെ കൺസേൺ ചെയ്യുന്നത്. ഇറ്റ് കൺസേൺഡ് വിത്ത് ദ ഫ്യൂച്ചർ ഓഫ് ലോ ആണ് അവിടെ കൺസേൺ ചെയ്യപ്പെടുന്നത്. മെയിൻ എക്സ്പോണൻസ് എന്ന് പറയുമ്പോൾ ഹ്യൂഗോ ഗ്രോഷ്യസ്, ഹെഗൽ എന്നിവരാണ് അതിന്റെ എക്സ്പോണൻസ് ആയിട്ട് വരിക. പ്രൊപ്പണൻസ്, എക്സ്പോണൻസ് എന്നൊക്കെ പറയാം. അത് കൊണ്ടുവന്നിട്ടുള്ള ജൂറിസ്റ്റുകള് ഹ്യൂഗോ ഗ്രോഷ്യസ് ആൻഡ് ഹെഗൽ ആണ്. സോഷ്യോളജിക്കൽ സ്കൂളിലേക്ക് വരുമ്പോൾ മെയിൻ പ്രൊപ്പണൻസ് എന്ന് പറയുന്നത് മോണ്ടസ്ക്യൂ ആണ്. മോണ്ടസ്ക്യൂ, റോസ്കോ പൗണ്ട് ആണ് അതിന്റെ മെയിൻ എക്സ്പോണൻസ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് അത് അവിടെ രണ്ട് റോളാണ് നിയമത്തിന് ഉണ്ടായിരിക്കുക. ഒരു ഇൻഡിവിജ്വലിന് ഒരു രണ്ട് ഡബിൾ റോൾ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. സോഷ്യൽ ആൻഡ് ഇൻട്രസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു സൊസൈറ്റിയോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ സെൽഫ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ്, സെൽഫ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് കൂടെ ഉണ്ട്. അപ്പൊ അവിടെ ഫോക്കസ് ചെയ്യപ്പെടുന്നത് പക്ഷെ സൊസൈറ്റി ആയിരിക്കും. ലോ ഫോക്കസ് ചെയ്യുക സൊസൈറ്റിയുടെ ഡെവലപ്മെന്റ് ആയിരിക്കും, അല്ലാണ്ട് ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് അവിടെ ലോ എടുക്കില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് വരുന്ന സമയത്ത്. ഇനി നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് തിയറീസ് ഓഫ് ലോ ആണ് എടുക്കാൻ പോകുന്നത്.
തിയറീസ് ഓഫ് ലോ, അത് നമ്മൾ പ്രധാനപ്പെട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് തിയറീസ് ഓഫ് ലോ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി. ജേർമി ബന്ധാം ആരാണെന്നുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ജേർമി ബന്ധാം എന്ന് പറയുന്നത് ചിലപ്പോൾ ചോദിക്കുന്ന ഒരു ആരാണ്, എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ചോദിക്കുക യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിൾ. യൂട്ടിലിറ്റി പ്രിൻസിപ്പിൾ എന്നതിന്റെ ഫുള്ളായിട്ട് പറയുമ്പോൾ യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിൾ എന്നാണ് പറയുക. പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി അതിന്റെ വക്താവ് എന്ന് പറയുമ്പോൾ ജേർമി ബന്ധാം ആണ് അത് പറയുന്നത്. പെയിൻ ആൻഡ് പ്ലഷർ, ആ ഒരു ഐഡിയ ആണ് അവിടെ കൺവേ ചെയ്യുന്നത്. ഇറ്റ് കൺവേസ് ദ ഐഡിയ ദാറ്റ് എ ലോ ഷുഡ് പ്രൊഡ്യൂസ് മാക്സിമം ഹാപ്പിനെസ് ടു ദി ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ ആൻഡ് ഇറ്റ് ഷുഡ് റെഡ്യൂസ് ദ പെയിൻ ടു മിനിമം. പെയിൻ ആൻഡ് പ്ലഷർ എന്ന് പറഞ്ഞ ഒരു തത്വമാണ് അവിടെ പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ എപ്പോഴും യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിൾ പ്രകാരം ലോ എപ്പോഴും പെയിൻ ആൻഡ് പ്ലഷറിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കണം. ലോ എന്ന് പറയുമ്പോൾ മാക്സിമം ആളുകളിലേക്ക് മാക്സിമം ഹാപ്പിനെസ് ഉണ്ടാക്കിക്കൊണ്ട് ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് പേഴ്സൺസിന് ഹാപ്പിനെസ് ഉണ്ടാക്കുക. റെഡ്യൂസ് ദ പെയിൻ ടു മിനിമം. വളരെ കുറച്ച് ആൾക്കാർക്ക് പെയിൻ ഉണ്ടാവുമായിരിക്കും. എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഒരിക്കലും ലോ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ നിയമം ഉണ്ടാക്കുന്ന സമയത്ത് നിയമം എന്തായിരിക്കണം? നിയമം എപ്പോഴും പെയിൻ ആൻഡ് പ്ലഷർ എന്ന തത്വം നോക്കിയിട്ടായിരിക്കണം. പെയിൻ ഏറ്റവും കുറച്ച് പേർക്കായിരിക്കണം കൊടുക്കേണ്ടത്. പ്ലഷർ എന്ന് പറയുന്നത് ഒരു ഭൂരിഭാഗം ജനങ്ങൾക്കും അതുകൊണ്ട് പ്ലഷർ ഉണ്ടാവണം. ഇറ്റ് ഈസ് ബേസ്ഡ് ഇൻ ദി ഐഡിയ ഓഫ് ഹെഡോണിസം എന്ന് പറഞ്ഞാലും ആ ഒരു ഐഡിയ ആയിട്ട് റിലേറ്റ് ചെയ്തപ്പെട്ടിട്ടുള്ളതാണ് യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിൾ. പെയിൻ ആൻഡ് പ്ലഷർ എന്നുള്ള വേർഡ് കണ്ട ജേർമി ബന്ധാം എന്നുള്ള വേർഡ് ആളെ പേര് ഓർക്കണം. ആരാണ് ജേർമി ബന്ധാം? യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിളിന്റെ ഉപജ്ഞാതാവാണ്. പെയിൻ ആൻഡ് പ്ലഷറിനാണ് അതിന് പ്രാധാന്യം കൊടുക്കുന്നത്. പെയിൻ ആൻഡ് പ്ലഷർ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പെയിന് മാക്സിമം ആളുകൾക്ക് പ്ലഷർ കൊടുത്തിട്ട് മാക്സിമം ഹാപ്പിനെസ് ആയിരിക്കണം ഒരു ലോ കൊണ്ടുവരുമ്പോൾ കൺവേ ചെയ്യേണ്ടത്. It conveys the idea that a law should produce maximum happiness to the greatest number of people and it should reduce the pain to minimum. എന്നുള്ളത് മസ്റ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ള ഒരു ചോദ്യമാണ്. ജേർമി ബന്ധാം എന്നുള്ള വേർഡും പെയിൻ ആൻഡ് പ്ലഷർ, ജേർമി ബന്ധാം ആൻഡ് പെയിൻ ആൻഡ് പ്ലഷർ യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിൾ, ഇത് ഓർത്ത് വെക്കുക. യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിൾ, ജേർമി ബന്ധാം, പെയിൻ ആൻഡ് പ്ലഷർ, ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഇമ്പറേറ്റീവ് തിയറി ഓഫ് ലോ ആണ്. അത് ഓസ്റ്റിന്റെയാണ്. നമ്മൾ നേരത്തെ പഠിച്ച അനലിറ്റിക്കൽ സ്കൂളിന്റെ വക്താവായിട്ടുള്ള ഓസ്റ്റിന്റെയാണ് ഈ തിയറി പറയുന്നത്. ഇമ്പറേറ്റീവ് ലോ തിയറി എന്ന് പറയുമ്പോൾ അക്കോർഡിംഗ് ടു ഹിം ടു കൈൻഡ്, ഡിവൈൻ ലോ ആൻഡ് ഹ്യൂമൻ ലോ. ഡിവൈൻ ലോ എന്ന് പറഞ്ഞിട്ടും ഹ്യൂമൻ ലോ എന്ന് പറഞ്ഞിട്ടും രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചു, നേരത്തെ നമ്മൾ അനലിറ്റിക്കൽ സ്കൂൾ പറഞ്ഞു കമാൻഡ് ഓഫ് സോവറൈൻ ആണ് അവിടെ ഇമ്പോർട്ടൻസ് പറഞ്ഞത്. ഒരു സോവറിറ്റി ഉണ്ടായില്ലെങ്കിൽ, സോവറൈൻ ഇല്ലെങ്കിൽ അവിടെ ഒരു നിയമം ഇല്ല എന്നാണ് അദ്ദേഹം ആ ഒരു സ്കൂളിൽ നമുക്ക് പറഞ്ഞു തന്നത്. എന്ന് വെച്ചാൽ അനലിറ്റിക്കൽ സ്കൂളിൽ പറഞ്ഞത് കമാൻഡ് ഓഫ് സോവറിൻ ആണ് ഇമ്പോർട്ടൻസ്. അവിടെ ഒരു കമാൻഡ് ഉണ്ടായിരിക്കും. കമാൻഡ് ഓഫ് സോവറിൻ ആണ് ലോ എന്ന് പറയുന്നത്. ആ ഒരു കാര്യം ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഈ ഇമ്പറേറ്റീവ് ലോ തിയറി ഓഫ് ലോ എന്ന് പറയുന്നത് അത് അക്കോർഡിംഗ് ടു ഹിം 4 എലമെന്റ്സ് ആണ്. എന്ന് വെച്ചാൽ ഒരു കമാൻഡ്, സാങ്ഷൻ, ഡ്യൂട്ടി, സോവറിനിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 4 എണ്ണത്തിനും നമുക്ക് ബന്ധിപ്പിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സോവറിൻ ഉണ്ടായിരിക്കും, ഒരു സോവറിനിറ്റി ഉണ്ടായിരിക്കും. ആ സോവറിനിറ്റി കുറച്ച് കമാൻഡുകൾ ഇറക്കും, കുറച്ച് കമാൻഡുകൾ പറയും. ആ കമാൻഡ് സാങ്ഷൻ ആവുമ്പോൾ, എന്ന് വെച്ചാൽ അത് സമൂഹത്തിൽ വരാൻ സാങ്ഷൻ ആവുന്ന സമയത്ത് അത് ഒബേ ചെയ്യേണ്ട ഡ്യൂട്ടി എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, ഒരു സോവറിനിറ്റി ഉണ്ടായിരിക്കും. ആ സോവറിനിറ്റി കമാൻഡ് പറയും. ആ കമാൻഡ് സാങ്ഷൻ ആവുമ്പോൾ ആ കമാൻഡ് നടപ്പിൽ കൊണ്ടുവരുന്ന ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഡ്യൂട്ടി അല്ലെങ്കിൽ ആ കമാൻഡ് ഒബേ ചെയ്യേണ്ട ഡ്യൂട്ടി എല്ലാ ജനങ്ങൾക്കും ഉണ്ടായിരിക്കും. അതാണ് ഈ തിയറിയിൽ പറയുന്നത്. ഇങ്ങനെയായിരിക്കും ലോ എന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. നിയമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്നാണ് ഈ തിയറിയിൽ പറയുന്നത്.
ലോ മെയ്ഡ് ബൈ സോവറിൻ. നേരത്തെ നമ്മൾ പറഞ്ഞു, അനലിറ്റിക്കൽ സ്കൂളിൽ നമ്മൾ പറഞ്ഞു ലോ മെയ്ഡ് ബൈ സോവറിൻ. സോവറിൻ ആയിരിക്കും, പരമാധികാരി എന്താണോ. ഇപ്പൊ ഹിറ്റ്ലർ ഒക്കെ നമുക്ക് പറയാം. ഹിറ്റ്ലർ ഒക്കെ എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറിന്റെ സമയത്തൊക്കെ ഹിറ്റ്ലർ ആയിരുന്നു അവിടെ പരമാധികാരിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഹിറ്റ്ലറിന്റെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെതായ കമാൻഡ്സ് ഒക്കെ ഇറക്കിയിട്ട് അത് സാങ്ഷൻ ആക്കിക്കൊണ്ട് മറ്റുള്ള ജനങ്ങൾ അത് അംഗീകരിക്കേണ്ട സാഹചര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പറയാം, അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് അവിടെയൊക്കെ ഉണ്ടായിരുന്നത് ഇമ്പരേറ്റീവ് തിയറി ഓഫ് ലോ ആയിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറയാം. ലോ മെയ്ഡ് ബൈ സോവറിൻ. ലോ ഉണ്ടാക്കുന്നത് സോവറിൻ ആയിരിക്കും എന്നാണ്. ഇതൊന്നും ഇന്നത്തെ കാലത്തുള്ളതല്ല, അത് കുറെ കാലം മുന്നേ ഉള്ള ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നതാണ്. കുറെ കാലം മുന്നേ ഉണ്ടായിരുന്ന തത്വങ്ങളാണ് ഇതൊക്കെ. ഇപ്പോഴത്തെ നിയമങ്ങളൊന്നും ഇത് ഫോക്കസ് ചെയ്തിട്ട് ഇറക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇന്ത്യയിലൊന്നും ഈ തിയറി ഒന്നും കൊണ്ടുപോകാനേ പറ്റില്ല. പിന്നെ വരുന്നത് പ്യൂർ തിയറിയാണ്. പ്യൂർ തിയറി നമ്മൾ ഹാൻസ് കെൽസൺ. ഹാൻസ് കെൽസന്റെ തിയറിയാണ്. അദ്ദേഹമാണ് ഇതിന്റെ ഈ പ്യൂർ തിയറിയുടെ ഫാദർ. ഇത് ഓസ്റ്റിന്റെ തിയറിയുമായിട്ട് കുറച്ച് സാമ്യതകളൊക്കെ സിമിലാരിറ്റീസ് ഒക്കെ ഉള്ള ഒരു തിയറിയാണ്. ബേസ്ഡ് ഓൺ സർട്ടൈൻ നോംസ്. ദിസ് തിയറി ഈസ് ബേസ്ഡ് ഓൺ സർട്ടൈൻ നോംസ്. കുറച്ച് നോംസ് ഒക്കെ അടങ്ങിയതാണ്, കുറച്ച് നോംസ് ചേർന്നതാണ് ഈ തിയറി എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഈസ് ഓൾസോ ബൗണ്ട് ബൈ ലോ. നേരത്തെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? സോവറിനിറ്റി കൊണ്ടുവരുന്നത്, സോവറിനിറ്റി ആണ് ലോ ഉണ്ടാക്കുന്നതെന്നായിരുന്നു. ഇവിടെ നേരെ തിരിച്ചാണ് ഈ കാര്യത്തിൽ വരുമ്പോ. ലോ ഉണ്ടാക്കുമ്പോ ലോ ബൗണ്ട് ആണ്. സ്റ്റേറ്റ് ഈസ് ഓൾസോ ബൗണ്ട് ബൈ ലോ. നിയമത്തെ അനുസരിക്കണം, നിയമത്തിന് അണ്ടറിലാണ് സ്റ്റേറ്റും വരുന്നത് എന്ന് പറയുന്ന തിയറിയാണ് പ്യൂർ തിയറി ഓഫ് ലോ. ഹാൻസ് കെൽസന്റെ ആണ് ഈ തിയറി. ഹാൻസ് കെൽസന്റെ തിയറി ആയിട്ടുള്ള പ്യൂർ തിയറി ഓഫ് ലോയിൽ പറയുന്നതാണ് സ്റ്റേറ്റ് ഈസ് ഓൾസോ ബൗണ്ട് ബൈ ലോ. സ്റ്റേറ്റ് ഈസ് ഓൾസോ ബൗണ്ട് ബൈ ലോ. കസ്റ്റം കംസ് വിത്ത് ഇൻ ദി ഡെഫിനേഷൻ ഓഫ് ലോ. അവിടെ ഒരു കസ്റ്റംസ് ഒക്കെ ആയിരിക്കും കൂടുതൽ. കസ്റ്റം എന്ന് വെച്ചാൽ ഒരു ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ ആയിരിക്കും അവിടെ ഒരു ലോ ആയിട്ട് വരുന്നത്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതൊക്കെ കുറെ കാലം മുന്നുള്ള കുറെ കാര്യങ്ങളാണ്, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പ്യൂർ തിയറിയുടെ വക്താവ് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, പ്രൊപ്പണൻസ് ആരാണ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാൻസ് കെൽസൺ ആണ്. ഹാൻസ് കെൽസൺ എന്ന് പറഞ്ഞിട്ടുള്ള ജൂറിസ്റ്റ് ആണ്. പിന്നെ സ്റ്റേറ്റ് ഈസ് ഓൾസോ ബൗണ്ട് ബൈ ലോ ആണ് ഇതിന്റെ മെയിൻ കാര്യം വരുന്നത്. കസ്റ്റം കംസ് വിത്ത് ഇൻ ദ ഡെഫിനിഷൻ ഓഫ് ലോ ആണ്. നെക്സ്റ്റ് വരുന്നത് സോഷ്യൽ എഞ്ചിനീയറിംഗ് തിയറി ഓഫ് ലോ. റോസ്കോ പൗണ്ട് ആണ് ഇതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുമ്പോൾ. സോഷ്യൽ എഞ്ചിനീയറിംഗ് തിയറി. ലോ ഈസ് ദ ബോഡി ഓഫ് പ്രിൻസിപ്പൽസ് റെക്കഗ്നൈസ്ഡ് ആൻഡ് അപ്ലൈഡ് ബൈ ദി സ്റ്റേറ്റ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. ലോ ഒരു ബോഡിയാണ്. പ്രിൻസിപ്പൽസ് ലോ എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽസ് ഓഫ് റെക്കഗ്നൈസ്ഡ് ആൻഡ് അപ്ലൈഡ് ബൈ ദി സ്റ്റേറ്റ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. ഒരു സ്റ്റേറ്റിലുള്ള ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് അപ്ലൈ ചെയ്യുന്ന കുറച്ച് പ്രിൻസിപ്പൽസ് അടങ്ങിയ ഒരു ബോഡിയാണ് ലോ എന്നാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് തിയറി പറഞ്ഞത്. റോസ്കോ പൗണ്ട് ആണ് അതിന്റെ ഉപജ്ഞാതാവ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ആരും ഒന്നും പറയുന്നില്ലല്ലോ. എല്ലാരും ഇല്ലേ അവിടെ? ഓക്കെ ഓക്കെ. ഇനി നമുക്കൊരു കാര്യം പഠിക്കാം. ഡെഫിനേഷൻ ഓഫ് സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റ് ആയാൽ ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാല് ഓരോ ആക്ടോ കോൺസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള ആക്ടുകളോ ഒന്നുമല്ല നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കുറച്ച് നോളജ് ആണ്. ബേസിക് ആയിട്ട് ഒരു ഡെഫിനിഷൻ പറയുമ്പോൾ ഒരു സ്റ്റേറ്റ് ഒരു രാജ്യമായാൽ അതിന് എന്തെല്ലാം വേണം, എന്തെല്ലാം ചേരുമ്പോഴാണ് അതൊരു രാജ്യമായിട്ട് മാറുക. അങ്ങനെയുള്ള ഹെഡിൽ വരുമ്പോൾ പോപ്പുലേഷൻ, അതുപോലെ ടെറിട്ടറി ഉണ്ടായിരിക്കണം, പിന്നെ ഗവൺമെന്റ് ഉണ്ടായിരിക്കണം, അവിടെ സോവറിറ്റി ഉണ്ടായിരിക്കണം, ഒരു പരമാധികാരി ഉണ്ടായിരിക്കണം, ഗവൺമെന്റ് ഉണ്ടായിരിക്കണം, ടെറിട്ടറി ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഭൂപ്രദേശം അതിനുണ്ടായിരിക്കണം, അതിനൊരു ടെറിട്ടറി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം,
പിന്നെ അതുപോലെ തന്നെ പോപ്പുലേഷൻ കറക്റ്റ് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഫിക്സഡ് ഇതിൽ പോകുന്ന കറക്റ്റ് പോപ്പുലേഷൻ ലെവലിൽ പോകുന്ന ഒരു ആവുമ്പോൾ മാത്രമാണ് അതൊരു രാജ്യമായിട്ട് മാറുക. ഒരു സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ, ടെറിട്ടറി, ഗവൺമെന്റ്, സോവറിറ്റി, ഈ 4 ഹെഡുകളും മസ്റ്റാണ്. പിന്നെ ഒരു ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു നമ്മുടെ ഇന്ത്യയിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ലെജിസ്ലേച്ചർ ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്. ലെജിസ്ലേച്ചർ എന്ന് പറയുമ്പോൾ നിയമം ഉണ്ടാക്കുന്ന ആൾക്കാര്, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവിലേക്ക് വരുമ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ജുഡീഷ്യറി അത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ള മേൽനോട്ടം നടത്തുന്നത് ജുഡീഷ്യറിയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു സ്റ്റേറ്റിന്റെ ഫങ്ഷൻസിനെ നമുക്ക് 3 ഘട്ടമായിട്ട് പറയാൻ പറ്റും, 3 ടീമായിട്ട് പറയാൻ പറ്റും. ലെജിസ്ലേച്ചർ, executive, judiciary. State functions are divided into 3 categories: legislature, executive, judiciary. Legislature lawmakers ആണ്, executives എന്ന് പറയുമ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നവരാണ്, അതുപോലെ തന്നെ ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ലോ പോകുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നതൊക്കെ കറക്റ്റ് പ്രോപ്പർ ആയിട്ടാണോന്ന് എന്താ പറയാ ചെക്ക് ചെയ്യുന്നവരാരാണ്, ജുഡീഷ്യറിയാണ്. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം, ഇതൊക്കെ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ജുഡീഷ്യറി ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഹെഡ് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കാം, മറക്കരുത് 3 വിഭാഗമായിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക: ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. മറന്നു പോകരുത്. ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ 3 ഭാഗങ്ങൾ എന്താന്ന് ചോദിച്ചാലും അങ്ങനെ തന്നെ പറയാം. ലോ മേക്കേഴ്സ് മേക്ക് ചെയ്ത ലോനെ ഇംപ്ലിമെന്റ് ചെയ്ത് പ്രോപ്പർ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് ആണ്. അതുപോലെ തന്നെ മോണിറ്റർ ചെയ്യുന്ന വിഭാഗമാണ് ജുഡീഷ്യറി. ഈ ലോ ഉണ്ടാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, ആ ലോ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ, ആ ലോ കറക്റ്റ് ആയിട്ടാണോ കൊണ്ടുപോകുന്നത് എന്ന് മോണിറ്റർ ചെയ്യാൻ ഒരു ഏരിയ വേണം. ആ മോണിറ്ററിങ് ഏരിയയാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. മറന്നു പോകരുത് കേട്ടോ. പിന്നെ തിയറീസ് ഓഫ് പണിഷ്മെന്റ്, ഇത് നമുക്ക് കുറച്ച് ഈസി ആയിരിക്കും പഠിക്കാൻ, കാരണം നല്ല രസകരമായിട്ടുള്ള ഒരു ഏരിയയാണ്, നമുക്ക് വേഗം മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണിത്. ഫസ്റ്റ് തിയറി, ഒരു പണിഷ്മെന്റ്, ഒരാളെ ശിക്ഷിക്കുന്ന സമയത്ത്, ഒരു കേസ് ശിക്ഷിക്കുന്ന സമയത്ത് അതിന് എന്തെല്ലാം കാര്യങ്ങൾ നോക്കിയിട്ടാണ് അയാൾ ശിക്ഷിക്കുക, അങ്ങനെ കുറച്ച് തിയറീസ് വേണമല്ലോ, കുറച്ച് കാര്യങ്ങൾ നോക്കുമല്ലോ. ആ തിയറി കൊണ്ട് ആ പണിഷ്മെന്റ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, പണിഷ്മെന്റ് കൊടുത്തോണ്ട് ഇപ്പൊ എന്തെങ്കിലും കാര്യമുണ്ടോ, അതൊക്കെ നമ്മൾ അറിയണമല്ലോ. ആ ഒരു ഏരിയയാണ് പണിഷ്മെന്റ് തിയറീസ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. റിട്രിബ്യൂട്ടീവ് തിയറി, അതാണ് ഫസ്റ്റ് തിയറി. പേഴ്സൺ ഹു കമ്മിറ്റഡ് റോങ് ഷുഡ് സഫർ പണിഷ്മെന്റ്. പണിഷ്മെന്റ് ഈസ് ദി എൻഡ്. ഐ ഫോർ ആൻ ഐ, ടൂത്ത് ഫോർ എ ടൂത്ത്. ഇതിൽ നിന്ന് വായിച്ചപ്പോഴേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ വായിച്ചിട്ട് എന്താ മനസ്സിലായെന്ന്? റിട്രിബ്യൂട്ടീവ് തിയറി എന്തായിരിക്കും എന്നുള്ളത്? തെറ്റാണെങ്കിൽ ശരിയാണെങ്കിൽ പറയാം. ആരും പറയുന്നില്ല. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ജസ്റ്റ് പറയുക, ഒരു കുഴപ്പമില്ല. നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്ത് പഠിക്കുമ്പോഴായിരിക്കും എല്ലാവരും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒരു സൈഡിലിട്ട് നമ്മൾ ഉറങ്ങിപ്പോവും. അങ്ങനെ വരരുത്. ഓക്കെ, ഫൈൻ. ഞാൻ തന്നെ പറയാം. The person who committed wrong should suffer. എന്ന് വെച്ചാൽ ഒരാൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ അതിനുള്ള പണിഷ്മെന്റ് സഫർ ചെയ്യണം എന്ന് വെച്ചാൽ അയാൾക്ക് അതിനുള്ള ശിക്ഷ അതുപോലെ തന്നെ കിട്ടണം. ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിനുള്ള അതേ രീതിയിലുള്ള ശിക്ഷ തന്നെ കിട്ടണം, അതിന് അയാൾ തന്നെ സഫർ ചെയ്യണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പണിഷ്മെന്റ് ഈസ് ദ എൻഡ്. അതിന് കൊടുക്കുന്ന പണിഷ്മെന്റ് ആയിരിക്കും അതിന്റെ അവസാനത്തെ പണിഷ്മെന്റ്. എന്ന് വെച്ചാൽ അതിനപ്പുറത്തേക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കാൻ ഉണ്ടാവാൻ പാടില്ല ആ തെറ്റിന്. ഇപ്പൊ ഒരാളുടെ കണ്ണാണ് എടുക്കുന്നുണ്ടെങ്കിൽ കണ്ണ് തന്നെ എടുക്കണം, പല്ലാണ് എടുക്കുന്നുണ്ടെങ്കിൽ പല്ലെടുക്കണം. അറേബ്യൻ കൺട്രീസിലൊക്കെ ഉള്ള പോലെയുള്ള ഒരു നിയമമാണ്, പണിഷ്മെന്റ് തിയറിയാണ് ഇത് അർത്ഥമാക്കുന്നത്. റിട്രിബ്യൂട്ടീവ് തിയറി. റിട്രിബ്യൂട്ടീവ് തിയറി എന്ന് പറയുമ്പോൾ ഐ ഫോർ ആൻ ഐ, ടൂത്ത് ഫോർ എ ടൂത്ത്. പണിഷ്മെന്റ് ഇസ് ദ എൻഡ് ആയിരിക്കും, അവസാനത്തെ വാക്കായിരിക്കും പണിഷ്മെന്റ്. അതിനപ്പുറത്തേക്ക് ഒരു സഫറേജ് അതിൽ വരുന്നില്ല. ഓക്കെ,
അത് റിട്രിബ്യൂട്ടീവ് തിയറി. നെക്സ്റ്റ് വൺ പ്രിവെന്റീവ് തിയറി. പ്രിവെന്റീവ് തിയറി എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് ഓഫ് പണിഷ്മെന്റ് പ്രിവെൻഷൻ ഓർ ഡിസേബിൾമെന്റ്. അതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ തിയറി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രിവെൻഷൻ ആയിരിക്കും. ഇനി അത് ആ ഒരു തെറ്റ് ചെയ്യാൻ പാടില്ല, ഇനി അയാൾ ആ തെറ്റ് ചെയ്യാൻ അനുവദിക്കാത്ത രീതിയിലുള്ള ഒരു പ്രിവെൻഷൻ ആയിരിക്കും, തടഞ്ഞു നിർത്തുന്ന രീതിയിലുള്ള ഒരു ഇതായിരിക്കും. ഒരിക്കലും ഇനി ആ ഒരു ആക്ട് കമ്മിറ്റ് ചെയ്യില്ല അയാൾ. അതിനു വേണ്ടിയിട്ട് ഇംപ്രിസൺമെന്റ് കൊടുക്കാം, ഡെത്ത് കൊടുക്കാം, ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് എക്സെട്ര. അയാൾ മാത്രമല്ല, നമ്മൾ ഒരു ശിക്ഷ നടപ്പിലാക്കുമ്പോൾ അത് മാതൃകയാക്കിക്കൊണ്ടായിരിക്കണം. കാരണം ആ ഒരു ശിക്ഷയുടെ മാതൃക എന്ന് പറയുമ്പോൾ ഒരാൾ ഇനി ആ തെറ്റ് ചെയ്യാൻ പാടില്ല, ആ രീതിയിലുള്ള പണിഷ്മെന്റ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് ആ ആൾക്ക് കൊടുക്കേണ്ടത് ഒന്നുകിൽ ഇംപ്രിസൺമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഡെത്ത് ആയിരിക്കും. ക്യാപിറ്റൽ പണിഷ്മെന്റ് പറഞ്ഞല്ലോ, അതുപോലെ ഡെത്ത് ആയിരിക്കാം, ചിലപ്പോൾ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് ആയിരിക്കും, ലൈഫ് ടൈം ഇംപ്രിസൺമെന്റ് ആയിരിക്കും. അപ്പോൾ വേറൊരാൾക്ക് ആ തെറ്റ് ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാവില്ല. പ്രിവെൻഷൻ ആണ് അവിടെ പണിഷ്മെന്റ്. പ്രിവെൻഷനിലൂടെയാണ് പണിഷ്മെന്റ് കൊടുക്കുന്നത്. ഒരു ക്രൈം ഇനി ഒരിക്കലും കമ്മിറ്റ് ചെയ്യാൻ പാടില്ല, പ്രിവെന്റ് ചെയ്യുന്ന ഒരു രീതിയാണ് പ്രിവെന്റീവ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡിറ്ററന്റ് തിയറിയാണ്. ഡിറ്ററന്റ് തിയറി എന്ന് പറയുമ്പോൾ object of punishment is to make a wrongdoer an example to other persons who have criminal tendencies. അതിന്റെ ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ പണിഷ്മെന്റ് ഈസ് ടു മേക്ക് ദി റോങ് ഡൂവർ ആൻ എക്സാമ്പിൾ. ഒരു തെറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു എക്സാമ്പിൾ ആയിരിക്കണം, അങ്ങനെ ഒരു എക്സാമ്പിൾ ടു അതർ പേഴ്സൺസ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നല്ല പണിഷ്മെന്റ് കൊടുക്കുന്ന, നല്ല രീതിയിലുള്ള പണിഷ്മെന്റ് കൊടുക്കുന്ന ഒരു തിയറിയാണിത്. പ്രിവെന്റീവ് തിയറി എന്ന് പറഞ്ഞാൽ തടയുക എന്നുള്ളതാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷ കിട്ടിയിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു തിയറിയാണ് ഡിറ്ററന്റ് തിയറി. റോങ് ഡൂവർ, ഇനി ഒരു തെറ്റ് ചെയ്യാൻ ആരെയും അനുവദിക്കാത്ത രീതിയിൽ ഉള്ള ഒരു പണിഷ്മെന്റ് ആയിരിക്കണം കൊടുക്കണം എന്നാണ് ഡിറ്ററന്റ് തിയറിയിൽ പറയുന്നത്. ആർക്കും അങ്ങനെയുള്ള ക്രിമിനൽ ടെൻഡൻസീസ് ഉണ്ടാവാൻ പാടില്ല, അത്തരത്തിലുള്ള പണിഷ്മെന്റ് ആയിരിക്കും ഇതിൽ പറയാം. നെക്സ്റ്റ് വരുമ്പോ റിഫോർമേഷൻ തിയറിയാണ്. റിഫോർമേറ്ററി ആയിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തിയറി അത് കൊണ്ടുവരുമ്പോ ഒരു പണിഷ്മെന്റ് തിയറി കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാല് ഒബ്ജക്റ്റ് ഓഫ് പണിഷ്മെന്റ് ഷുഡ് ബി ടു റീഫോം ദ ക്രിമിനൽ, ടു ബ്രിങ് മോറൽ റീഫോം ഇൻ ഒഫൻഡർ. അതെന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് ജുവനൈൽ കോർട്ടുകൾ, ജുവനൈൽ ഹോമുകളൊക്കെ നമുക്ക് വേണം പറയാം. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തിട്ട് ഒരു റിഫോർമേഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അയാൾ ആ പണിഷ്മെന്റിൽ നിന്ന് റിഫോം ചെയ്യുക, അവരെ മോറലി കൊണ്ടുവരിക. റിഫോം ചെയ്തിട്ട് ഇനി ഒരിക്കലും അയാൾ ആ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യാൻ പാടില്ല. അയാൾ അതിൽ നിന്ന് റീഫോം ചെയ്തെടുക്കുക ആ ക്രിമിനൽ മെന്റാലിറ്റിയിൽ നിന്ന് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ റിഫോർമേഷൻ ആണ് അവിടെ നടക്കുക. ഓക്കെ, ആ ഒരു ഒഫൻഡർ പിന്നീട് ഒരിക്കലും അങ്ങനെ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യാത്ത രീതിയിൽ അയാളെ റീഫോം ചെയ്തെടുക്കുക, നല്ല രീതിയിലുള്ള ഒരു തിയറിയാണിത്. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് പോസിബിൾ ഒന്നുമല്ല. കാരണം ജുവനൈൽ ജസ്റ്റിസ് കോർട്ട് ആക്ട് ആണെങ്കിലും അത് നമ്മൾ കോർട്ടിലാണെങ്കിലും ജുവനൈൽ ബോർഡിൽ പോവുകയാണെങ്കിലും ഒക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ജുവനൈൽ ഹോമുകളിൽ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജുവനൈൽ ഹോമുകൾ ഒരുപാട് ക്രിമിനൽസ് ആക്കിയിട്ടാണ് പിള്ളേരെ മാറ്റിയെടുക്കുന്നത്. കാരണം അവിടെ അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരിക്കും. പറയുകയാണെങ്കിൽ അവിടെ കുറെ ആളുകൾ അതിനെ വളണ്ടിയേഴ്സ് ആയിട്ടും കുറെ ആളുകൾ നോക്കാനൊക്കെ ഉണ്ട്. അവിടെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, ഡയറക്ഷൻസ് ഒക്കെ കൊടുക്കാനും മോറലി റിഫോം ചെയ്തെടുക്കുന്ന രീതിയിലുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ അവർ ക്രിമിനൽ മെന്റാലിറ്റിയിലേക്ക്, പ്രാക്ടിക്കൽ സെൻസിൽ നോക്കുമ്പോൾ ക്രിമിനൽ മെന്റാലിറ്റിയിലേക്ക് അവർ മാറ്റപ്പെടുകയാണ് സമൂഹത്തിൽ. അപ്പൊ റിഫോർമേഷൻ തിയറി എത്രത്തോളം നല്ല രീതിയിൽ ഒരു ഒഫൻഡറിനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത്. ഓക്കെ, ഇനി വരുന്നത് ലോ. ഒരു നിയമം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? നമുക്കറിയാം, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഉറപ്പായിട്ടും ലോ കോളേജിൽ, ഈ LLB കഴിഞ്ഞ് ലോ കോളേജിൽ ഫസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, വാട്ട് ഈസ് ലോ? ലോ എന്ന് പറഞ്ഞ ഒരു ഡെഫിനിഷൻ എവിടെയും ഇല്ല. ആക്ച്വലി പറയുകയാണെങ്കിൽ എവിടെ നമുക്ക് ലോന്റെ ഡെഫിനിഷൻ കാണാൻ പറ്റില്ല. പലരും പല ഡെഫിനിഷൻസ് പറയുന്നു, പക്ഷെ
ഒരു ഒരു ആക്ടിലോ അല്ലെങ്കിൽ ഒരു എവിടെയെങ്കിലും ഒരു ലീഗലി ഉള്ള എന്തെങ്കിലും ഒരു ബുക്കിൽ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഒരു ഡെഫിനിഷൻ അതിന് കൊടുത്തിട്ടില്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ലോ ഈസ് എ സിസ്റ്റം ഓഫ് റൈറ്റ് ആൻഡ് ഒബ്ലിഗേഷൻ വിച്ച് സ്റ്റേറ്റ് എൻഫോഴ്സസ്. ഒരു ഒരു സ്റ്റേറ്റ് എൻഫോഴ്സ് ചെയ്യപ്പെടുന്ന ഒരു കുറച്ച് റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ്, കുറച്ച് നമ്മളെ അവകാശങ്ങളും അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളും ചേർന്നതാണ്. കറക്റ്റ് ആയിട്ട് പറയണെങ്കിൽ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് ചേരുമ്പോഴാണ് ഒരു സ്റ്റേറ്റ് എൻഫോഴ്സ് ചെയ്യപ്പെടുന്ന അതായിരിക്കും ലോ. ലോ എന്ന് പറയുന്നത് വെറുതെ ഒരു റൈറ്റ് ആൻഡ് ഒബ്ലിഗേഷൻ ആവരുത്, ഒരു സ്റ്റേറ്റിൽ എൻഫോഴ്സ് ചെയ്യപ്പെട്ടതായിരിക്കണം. എന്ന് വെച്ചാൽ അതൊരു ആക്ട് ആയിട്ട് അവിടെ എൻഫോഴ്സ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നിയമം അതായിരിക്കണം. അതിൽ വരുന്ന റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് ആണ് ലോ എന്ന് പറയുന്നത്. ലോ നെക്സ്റ്റ് പറയുമ്പോൾ ലോ ഈസ് ദ കമാൻഡ് ഓഫ് സോവറൈൻ കണ്ടെയ്നിങ് എ കോമൺ റൂൾ ഓഫ് ലൈഫ് ഫോർ ഹിസ് സബ്ജക്ട്സ് ആൻഡ് ഒബ്ലൈഗിങ് them to obedience. നമുക്കറിയാം, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ കമാൻഡ് ഓഫ് സോവറിൻ സോവറിന്റെ കമാൻഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു ഭരണകർത്താവിന്റെ ഒരു കമാൻഡ് ആയിരിക്കും ലോ. കോമൺ റൂൾ ഓഫ് ലൈഫ്, ഒരു കോമൺ റൂൾ ഓഫ് ലൈഫ്, അത് ഒരാൾക്ക് പെർട്ടിക്കുലർ ആയിട്ട് ഒരു ലോ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അവർക്ക് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരിക, അങ്ങനെ ആയാൻ പാടില്ല. ഒരു രാജ്യത്തിന് ഒരേ രീതിയിൽ തന്നെ ലോ കൊണ്ടുപോവുക. ഒബീഡിയൻസ്, ഒബ്ലൈഗിങ് ദം ടു ഒബീഡിയൻസ്, അതനുസരിക്കാൻ വേണ്ടിയിട്ട് ആ ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യാം. അങ്ങനെയുള്ളതായിരിക്കണം ലോ. അതൊരു സ്പെസിഫിക് ആയിരിക്കും. റൈറ്റ് ആൻഡ് ഒബ്ലിഗേഷൻസ് സ്പെസിഫിക് ആയിരിക്കും. അപ്പോഴാണ് ലോ ആകുന്നത്. ഓക്കെ. പിന്നെ സോഴ്സ് ഓഫ് ലോ എന്ന് പറയുമ്പോൾ ഒരുപാട് സോഴ്സസ് ഉണ്ട്. പക്ഷെ മേജർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ലെജിസ്ലേച്ചർ, പ്രീസിഡന്റ്, കസ്റ്റം, ഇതൊക്കെയാണ് സോഴ്സ്. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ വന്നോ? ആരോ സംസാരിച്ച പോലെ തോന്നി, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ. സോഴ്സ് ഓഫ് ലോ എന്ന് പറയുമ്പോൾ ലെജിസ്ലേച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ നോക്കുമ്പോൾ പാർലമെന്റ്, അങ്ങനെയുള്ള ഒരു നിയമനിർമ്മാതാക്കൾ നിയമം കൊണ്ടുവരും. അതാണ് ഒരു സോഴ്സ് എന്ന് പറയുമ്പോൾ. പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്രസിഡന്റ് എന്ന് പറയുന്നത് ജഡ്ജ്മെന്റ്സ് ആണ്. ഒരു ആക്ട് പുതുതായിട്ട് വരുന്നതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടി ജഡ്ജ്മെന്റ്സ് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കേസ് വന്നു, ഒരു സാധാരണ ഇല്ലാതെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്രൈം എന്തെങ്കിലും കമ്മിറ്റ് ചെയ്ത് അതിനെ കുറിച്ചൊരു എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല, അതിന് എന്ത് പണിഷ്മെന്റ് കൊടുക്കണമെന്നോ, അതില്ലെങ്കിൽ അതിന്റെ ഗ്രാവിറ്റി എത്രത്തോളം അങ്ങനെ വരുന്ന എത്രത്തോളം പണിഷ്മെന്റ് കൊടുക്കേണ്ട കേസ് ആണെന്നതിനെ കുറിച്ചൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു ആക്ട് കൊണ്ടുവരേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ലെജിസ്ലേച്ചർ എന്ത് ചെയ്യും? പ്രീസിഡൻസ് ഒക്കെ നോക്കും. പ്രീസിഡൻസ് എന്ന് പറയുമ്പോൾ ജഡ്ജ്മെന്റ്സ് ആണ്. ജഡ്ജ്മെന്റ്സിനാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. മുന്നേ വന്നിട്ടുള്ള ജഡ്ജ്മെന്റ്സ്, ലാൻഡ്മാർക്ക് ആയിട്ടുള്ള കുറച്ച് ജഡ്ജ്മെന്റ്സ് ഉണ്ടാവും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സുപ്പീരിയർ ആയിട്ടുള്ള കോർട്ടുകളിലായിരിക്കും. എന്ന് വെച്ചാൽ ഹൈക്കോടതി, സുപ്രീം കോടതിയും ഹൈക്കോടതികളിൽ നിന്നുള്ള ജഡ്ജ്മെന്റ്സ് ആയിരിക്കും പൊതുവെ പ്രസിഡന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അത് എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഹൈക്കോടതിന്റെ സബോർഡിനേറ്റ് കോടതികളായിട്ടുള്ള സെഷൻ കോർട്ട് ആണെങ്കിലും, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് കോർട്ട്സ് ആണെങ്കിലും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സാധാ ലോക്കൽ ഏരിയയിലുള്ള നമ്മുടെ JFCM, അതുപോലെയുള്ള ചെറിയ ചെറിയ കോടതികളാണെങ്കിലും, സബ് കോർട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കോർട്സുകളൊക്കെ ആണെങ്കിലും ഹൈക്കോടതിയിൽ ഒരു കേസ് വന്ന് ആ കേസില് അതുപോലെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു കേസാണ് ഇപ്പൊ നമ്മുടെ ഈ കീഴ്ക്കോടതികൾ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, ഹൈക്കോടതിയിൽ ആ കേസിൽ എന്ത് വിധിയാണോ എടുത്തിട്ടുള്ളത് ആ വിധി ഫോളോ ചെയ്തിട്ട് അതേ രീതിയിൽ നമുക്ക് ഈ കേസിലും വിധി കഴിയാൻ പറ്റും. അതാണ് പ്രീസിഡന്റ്. സുപ്പീരിയർ കോർട്ടിന്റെ ജഡ്ജ്മെന്റ്സ് ആണ് അവിടെ പ്രീസിഡന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഹൈക്കോടതികൾ അതുപോലെ തന്നെ സുപ്രീം കോർട്ടിൽ എന്തെങ്കിലും ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ആ കേസിൽ സ്പെസിഫൈ ചെയ്ത് വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൺഫ്യൂഷൻ ഒഴിവാക്കാനും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എടുക്കാനും വേണ്ടിയിട്ട് പുതിയൊരു ലോ കൊണ്ടുവരുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ നോക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രീസിഡന്റ്.
ആ കേസിൽ എന്താണ് ജഡ്ജ്മെന്റ് വന്നിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ലോ മേക്ക് ചെയ്യുക. അതാണ് പ്രീസിഡന്റ്. മറക്കരുത്, പ്രീസിഡന്റ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ജഡ്ജ്മെന്റ് ആണ് ഫ്രം ദി സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ട്. സുപ്പീരിയർ ആയിട്ടുള്ള ഏതെങ്കിലും കോർട്ടിൽ നിന്നുള്ളതായിരിക്കണം എന്നേ ഉള്ളൂ. പിന്നെ വരുന്നത് കസ്റ്റമാണ്. നമുക്ക് ആചാരങ്ങളും ഒക്കെ ഒരുപാട് ലോസ് മേക്ക് ചെയ്തിട്ടുണ്ട് ആചാരങ്ങളിലൂടെ. കാരണം നമ്മൾ ഓരോ പേഴ്സണൽ ലോസ് ഒക്കെ വന്നതൊക്കെ ആചാരങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. പിന്നെ റൈറ്റ് ടു റിലീജിയൻ എന്നൊക്കെ പറയുമ്പോൾ കസ്റ്റം ബേസ് ചെയ്ത് കസ്റ്റം നോക്കിയിട്ടാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് കസ്റ്റം എടുക്കുന്നുണ്ട്. കസ്റ്റം നോക്കിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന്റെ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് മാത്രമല്ല അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുന്നത്, എല്ലാവർക്കും. ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കണം, വൈഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ആയിരിക്കണം. അങ്ങനെയാവുമ്പോൾ ആ കസ്റ്റം നമ്മൾ സോഴ്സ് ഓഫ് ലോ ആയിട്ട് പരിഗണിക്കും. ഇനി നമുക്ക് നോക്കാം ഇമ്പോർട്ടന്റ് ജൂറിസ്റ്റുകൾ, അവരുടെ ബുക്സ് ഒക്കെ കാര്യങ്ങൾ അവര് എന്താണ് റിലേറ്റ് ചെയ്തവരാണ്, അവരുടെ ബുക്ക് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ, ജൂറിസ്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ള കറക്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവരെ മാത്രമേ ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ മിക്കവാറും ഷോർട്ട് ആയിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അതിൽ ഒന്നാമത്തത് ജോൺ ഓസ്റ്റിൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ഓസ്റ്റിൻ എന്ന് പറയുമ്പോൾ സോവർണിറ്റി തിയറിയാണ്. സോവർണിറ്റി അനലിറ്റിക്കൽ സ്കൂളാണ്. സോവർണിറ്റി തിയറിയാണ് അദ്ദേഹം പറയുന്നത്. സോവറൈനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓസ്റ്റിൻ എന്ന് പറയുമ്പോഴേ നമ്മൾ ആലോചിക്കുക കമാൻഡ് ഓഫ് സോവറിൻ ആണ്. കമാൻഡ് ഓഫ് സോവറിൻ ആണ് ഓസ്റ്റിൻ കൊടുക്കുന്നത്, പ്രയോറിറ്റി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരെന്താ? തിയറി ഓഫ് സോവറിനിറ്റി. അതുപോലെ തന്നെ ഹോളണ്ട് എന്ന് പറഞ്ഞാൽ ഫോമൽ സയൻസ് ഓഫ് പോസിറ്റീവ് ലോ എന്നാണ് ബുക്കിന്റെ പേര് വരുന്നത്. ഹോളണ്ട് ഫോമൽ സയൻസ് ഓഫ് പോസിറ്റീവ് ലോ. സാൽമണ്ട് സയൻസ് ഓഫ് സിവിൽ ലോ. സാൽമണ്ട് സയൻസ് ഓഫ് സിവിൽ ലോ. ബെന്താം, ജേർമി ബെന്താം, നമ്മൾ നേരത്തെ പഠിച്ചു. ജേർമി ബെന്താം യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിൾ ആണ്. ജേർമി ബെന്താം പറഞ്ഞത് യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി എന്നുള്ള പേരിലും പറയും. അതുപോലെ തന്നെ പെയിൻ ആൻഡ് പ്ലഷറിനാണ് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കൂടുതൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സണ് പ്ലഷർ കൊടുത്തിട്ട് പെയിൻ എപ്പോഴും ചെറിയ മിനിമലൈസ് ചെയ്തിട്ടായിരിക്കണം അതിന്റെ പെയിൻ പോവേണ്ടത്. അങ്ങനെ ആയിരിക്കണം ഒരു ലോ ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് യൂട്ടിലിറ്റേറിയൻ തിയറി കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിന്റെ വക്താവ് ആരായിരുന്നു? ജേർമി ബെന്താം ആണ് യൂട്ടിലിറ്റേറിയൻ തിയറിയുടെ വക്താവ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് മോണ്ടസ്ക്യൂ ആണ്. മോണ്ടസ്ക്യൂ ദ സ്പിരിറ്റ് ഓഫ് ലോ. മോണ്ടസ്ക്യൂ പ്യൂർ തിയറി ഓഫ് ലോ. നമ്മൾ നേരത്തെ പറഞ്ഞു ഹാൻസ് കെൽസൺ, ഓർക്കുന്നുണ്ടാവും, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പേരാണ് ഹാൻസ് കെൽസന്റെ ആണ് പ്യൂർ തിയറി ഓഫ് ലോ വരുന്നത്. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മൾ ലീഗൽ ടേംസ്. ഈസിയാണ് പഠിക്കാൻ, പക്ഷെ നമ്മൾ ഈ വേർഡ്സ് മറന്നു പോകരുത്. ഈ വേർഡ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം, അത് വിട്ടുപോകരുത്. ഓരോ വേർഡും ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയും, കാരണം അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എന്തായാലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു ഏരിയ ആണ് ലീഗൽ ടേംസ്. ഓക്കെ, അമിക്കസ് ക്യൂറി എന്ന് പറയുന്നത് ആരാ? ഫ്രണ്ട് ഓഫ് ദ കോർട്ട്. അത് ഓപ്ഷനിൽ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ ചോദിക്കാതെ അമിക്കസ് ക്യൂറി. ഹു ഈസ് അമിക്കസ് ക്യൂറി? അമിക്കസ് ക്യൂറി എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഓഫ് ദ കോർട്ട്. നമുക്ക് ചില ഫിലിംസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഒരു കോടതിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വാദം നടക്കുന്ന സമയത്ത് അമിക്കസ് ക്യൂറിനെ അപ്പോയിന്റ് ചെയ്തു എന്ന് പറയും. അത് നമ്മുടെ മോഹൻലാലിന്റെ ഒരു ഫിലിമിൽ അമിക്കസ് ക്യൂറി ആയിട്ട് വരുന്നൊരു ലക്ഷ്മി റായ് വരുന്നൊരു ഇതുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏതാ ഫിലിം എന്നുള്ള എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോ കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല, എന്നാലും അത് ഓർത്തു വെക്കാം. അമിക്കസ് ക്യൂറി ആരായിരിക്കും? ഫ്രണ്ട് ഓഫ് ദ കോർട്ട് ആയിരിക്കും. ഫ്രണ്ട് ഓഫ് ദ കോർട്ട്, കോടതിന്റെ ഭാഗത്ത് നിന്ന്. നമ്മളിപ്പോ ഒരു കേസിൽ പൊതുവെ നമ്മൾ പറയും, എന്തെങ്കിലും ചെറിയ കേസുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, ഒരു മോട്ടോർ വെഹിക്കിൾസിന്റെ ഒക്കെ കേസ് വരുമ്പോൾ വണ്ടി സീസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കോടതിയിൽ നിന്ന് വിടും. എന്ന് വെച്ചാൽ നമ്മളെ ജൂനിയേഴ്സ് ആയിട്ടുള്ള അഡ്വക്കേറ്റ്സിനെ പൊതുവെ അങ്ങോട്ടേക്ക് വിടും. പക്ഷെ ആ കേസുമായിട്ട് ബന്ധമില്ലാത്തൊരു അഡ്വക്കേറ്റ് ആയിരിക്കും അത്. ആ കേസുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് രണ്ട് പാർട്ടീസുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ടീം ആയിരിക്കണം ഈ അഡ്വക്കേറ്റ്.
ആ അഡ്വക്കേറ്റിന് കമ്മീഷണർ എന്ന് പറയും, അഡ്വക്കേറ്റ് കമ്മീഷണർ എന്ന് പറയും. ആ അഡ്വക്കേറ്റ് കമ്മീഷണർ ആണ് ഈ കേസില് കോടതിന്റെ ഭാഗം, കോടതിയായിട്ടാണ് അവിടെ നിൽക്കുക. അതൊരു അഡ്വക്കേറ്റ് ആയിരിക്കില്ല ആ സമയത്ത്, അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് കമ്മീഷണർ ആണ്, ഫ്രണ്ട് ഓഫ് ദ കോർട്ട് ആണ് വരിക. കോടതിയുടെ ഒരു സുഹൃത്തായിട്ടാണ് അവിടുന്ന് കോടതിക്ക് വേണ്ടിയിട്ടാണ് അവിടെ റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതേപോലെയുള്ള ഒരു വിഭാഗമാണ് അമിക്കസ് ക്യൂറി. അത് വലിയ വലിയ കേസുകളിലാണ് കൂടുതലായിട്ട് വരിക. അമിക്കസ് ക്യൂറി എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഓഫ് ദ കോർട്ട് ആണ്, മറക്കരുത്. അമിക്കസ് ക്യൂറി ഫ്രണ്ട് ഓഫ് ദ കോർട്ട്, കോടതിന്റെ ഒരു സുഹൃത്താണ്, ഓർത്താൽ മതി, കോടതിന്റെ സുഹൃത്താണ്. പിന്നെ നെക്സ്റ്റ് അലിമണി. അലിമണി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്നത് എന്താ ഇങ്ങനത്തെ ഒരു വേർഡ് എന്നൊക്കെ തോന്നും. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പുറത്തുള്ള ലാംഗ്വേജിൽ നിന്ന് വന്ന വേർഡ്സ് ആണ് കൂടുതലും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുറെ ടേംസ്, ലീഗൽ ടേംസ് നമ്മുടെ ഇന്ത്യയിൽ വന്നത്. കാരണം നമ്മുടെ ലോ മേക്കേഴ്സ് എന്ന് പറയുമ്പോൾ ലോ ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതലും പുറത്ത് വിദേശികളായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. നമുക്കറിയാം ലോർഡ് മെക്കാലെ ആണെങ്കിലും റിപ്പൺ പ്രഭു ആണെങ്കിലും ഒക്കെ നമ്മൾ കുറെ ലോ മേക്കിംഗ് കാര്യങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വാരൻ ഹേസ്റ്റിങ്സ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ വന്ന കുറെ ലീഗൽ ടേംസ് ഉണ്ട്. ബ്രിട്ടീഷ് ടേംസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ലാറ്റിൻ ടേംസ്, മാക്സിംസ് ഉണ്ട് നമ്മൾ പഠിക്കുന്നതില്. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു വേർഡാണ് അലിമണി എന്ന് പറയുന്നത്. പിന്നെ അത് ഇംഗ്ലീഷ് ടേം ആയിട്ട് വന്നു. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ്റനൻസ് ഗിവൺ ബൈ ഹസ്ബൻഡ് ടു വൈഫ് ഓൺ ഡിവോഴ്സ്. ഒരു ഡിവോഴ്സില് അലിമണി കൊടുക്കുക എന്ന് പറയും. അലിമണി കൊടുക്കുക എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ആണ്. അലിമണി എന്ന് പറയുമ്പോൾ മെയിൻ്റനൻസ് ആണ്. നമ്മൾ മെയിൻ്റനൻസിന് ഒരു തുക കൊടുക്കുമല്ലോ, ആ തുകയ്ക്കാണ് അലിമണി എന്ന് പറയാ. ഹസ്ബൻഡ് വൈഫിന് കൊടുക്കുന്ന ഒരു മെയിൻ്റനൻസ്, ഡിവോഴ്സ് സമയത്ത് കൊടുക്കുന്ന മെയിൻ്റനൻസ് ആണ് അലിമണി എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വരുന്നത് പേറ്റന്റ് ആണ്. പേറ്റന്റ് എന്ന് പറയുമ്പോൾ ആസ് ആൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഗിവൺ ബൈ. പേറ്റന്റ് ആസ് ആൻ, പേറ്റന്റ് പൊതുവെ എന്തിനാ കൊടുക്കുക? ഒരു ഇൻവെൻഷൻ ആയിരിക്കും, പുതിയൊരു ഇൻവെൻഷൻ ആയിരിക്കണം. അല്ലാണ്ട് ഒരു ആ ഇൻവെൻഷൻ വേറെ എവിടെയെങ്കിലും ആരെങ്കിലും ഇൻവെന്റ് ചെയ്തിട്ടുള്ള കാര്യമോ അങ്ങനൊന്നും ആവാൻ പാടില്ല. പുതിയൊരു ഇൻവെൻഷൻ ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു ഇൻവെൻഷൻ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് പേറ്റന്റ് വഴി നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക. ന്യൂ ആൻഡ് യൂഷ്വൽ ഇൻവെൻഷൻ, സാധാരണഗതിയിൽ അതൊരു പുതിയ ഇൻവെൻഷൻ ആയിരിക്കണം, നോർമൽ ആയിട്ടുള്ള ഒരു ഇൻവെൻഷനും ആയിരിക്കണം. പിന്നെ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ്, ഇത് ഓൾമോസ്റ്റ് ഒരു എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കാണുന്ന ഒരു ലീഗൽ ടേം ആണ്. പെട്ടെന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടേം ആണ് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ട്രസ്റ്റ്. ട്രസ്റ്റിന് ബേസ് ചെയ്തിട്ടാണ്, എന്ന് വെച്ചാൽ വിശ്വാസമാണ് അവിടെ. ഇപ്പം അഡ്വക്കേറ്റും ക്ലയന്റും തമ്മിലുള്ളത്, ഡോക്ടറും പേഷ്യന്റും തമ്മിലുള്ളത്, അതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ബേസ് ചെയ്യുന്നത് ട്രസ്റ്റ് ആണ്. ആ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം, അപ്പോഴാണ് അത് ഒരു ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എന്ന് പറയാം. ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഹോമിസൈഡ്. ഹോമിസൈഡ് എന്ന് പറഞ്ഞാൽ കോസിങ് ഡെത്ത് ഓഫ് ഹ്യൂമൻ ബീയിങ്. ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഹോമിസൈഡ് എന്ന് പറയുമ്പോൾ പറയുന്നത് കോസിങ് ഡെത്ത് ഓഫ് ഹ്യൂമൻ ബീയിങ്, ഒരു നരഹത്യ അങ്ങനെയുള്ള രീതിയിൽ പറയുന്നത്. കോസിങ് ഡെത്ത് ഓഫ് ഹ്യൂമൻ ബീയിങ്ങിന്റെ പേരെന്താണ്? അങ്ങനെ പറയുന്ന വേർഡ്, ലീഗൽ വേർഡ് ഹോമിസൈഡ് എന്നാണ് ലീഗൽ ടേമിൽ നമ്മൾ അതിനെ പറയാം. ലീഗൽ ടേമിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സാധാരണ ആളുകൾ സംസാരിക്കുന്ന ടേമുകളെല്ലാം നമ്മൾ ലീഗൽ ടേംസിൽ എടുക്കുക. ഇപ്പൊ നമ്മളൊരാൾ മരിച്ചു, ഒരാളുടെ മരണത്തിന് കാരണമായി, അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടു, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് അങ്ങനെ പറയാൻ പാടില്ല. അത് ഹോമിസൈഡ് ആണ്. ഹോമിസൈഡ് നരഹത്യ എന്നുള്ള രീതിയിലേക്കാണ് വരിക. മേഴ്സി കില്ലിങ്. മേഴ്സി കില്ലിങ് എന്ന് പറയുമ്പോൾ മേഴ്സി കില്ലിങ്ങിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേഴ്സി കില്ലിങ് എന്ന് പറയുന്നത് യൂത്തനേഷ്യാണ്, ദയാവധം. ദയാവധം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ പാസീവ് യൂത്തനേഷ്യ അംഗീകരിച്ചിട്ടുണ്ട്. ആ കേസ്, അങ്ങനെ അത് കൊണ്ടുവന്ന കേസാണ് അരുണ രാമചന്ദ്ര ഷാൻബാഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഈ കേസ് നിങ്ങൾ മറക്കരുത്. അരുണ ഷാൻബാഗ് കേസ് എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു നേഴ്സ് ആയിട്ടുള്ള അരുണ ഷാൻബാഗ് എന്ന് പറയുന്ന നേഴ്സ് പിന്നെ റേപ്പ് ചെയ്യപ്പെട്ട് ഒരുപാട് കാലം കോമയിലൊക്കെ കിടന്ന് ഒരുപാട് ആ ഹോസ്പിറ്റലിൽ, അവര് വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ ഒരുപാട് വർഷങ്ങൾ ബെഡ് റിഡൺ ആയിരുന്നു ആള്.
അത്രയും കാലം കിടന്നപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്തവര് മേഴ്സി കില്ലിങ്ങിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്തു. അങ്ങനെ ആ സമയത്ത് പക്ഷെ അതൊക്കെ അപ്രൂവ് ആയി വരുന്നതിൻ്റെ ഉള്ളിൽ തന്നെ പാസീവ് യൂത്തനേഷ്യ ഒക്കെ അപ്രൂവ് ആയി വരുന്ന സമയത്തിനുള്ളിൽ തന്നെ അവര് അരുണ ഷൻബാഗ് മരിക്കുകയായിരുന്നു. അത്രയും കാലം കിടന്നിട്ടുണ്ട്. യൂത്തനേഷ്യ എന്നാണ് പറയുക. മേഴ്സി കില്ലിങ്ങിന്റെ മറ്റൊരു വേർഡാണ് യൂത്തനേഷ്യ. യൂത്തനേഷ്യയായിട്ട് റിലേറ്റ് ചെയ്ത ഏറ്റവും ഫേമസ് ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് വന്നിട്ടുള്ള ഒരു കേസ് അരുണ ഷാൻബാഗിന്റെ കേസാണ്. അരുണ രാമചന്ദ്ര ഷാൻബാഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസാണ്. മറക്കരുത് നിങ്ങൾ ആരും. മേഴ്സി കില്ലിങ്, മേഴ്സി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ദയ, കില്ലിങ് കൊല്ലുക എന്നാണ് അർത്ഥം. അപ്പൊ ദയോട് കൂടി കൊല്ലുക, ദയാവധം. ഓക്കെ. യൂത്തനേഷ്യ എന്നാണ് അതിന്റെ വേർഡ് പറയുന്നത്. യൂത്തനേഷ്യ എന്നാണ് അതിന് പറയാ. അത് മറന്നു പോകരുത്, വിട്ടുപോകരുത്. യൂത്തനേഷ്യ എന്ന് പറയുന്നതാണ് മേഴ്സി കില്ലിങ്. നെക്സ്റ്റ് വരുന്നത് കില്ലിംഗ് ഓഫ് എ ന്യൂ ബോൺ. ഇൻഫാന്റിസൈഡ്. കില്ലിംഗ് ഓഫ് എ ന്യൂ ബോൺ. ഇൻഫാൻസി എന്ന് പറയുമ്പോൾ കുട്ടികളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. ഇൻഫാൻസി നമ്മൾ ഇനി പഠിക്കാനുണ്ട്. കോൺട്രാക്ട് ലോയിലേക്കൊക്കെ പോകുമ്പോൾ ഇൻഫന്റ് എന്താണ്, ഇൻഫാൻസി എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ കില്ലിംഗ് ഓഫ് എ ന്യൂ ബോൺ, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ ശേഷം ഒരു ന്യൂ ബോണെ കൊല്ലുക എന്ന് പറയുമ്പോൾ ഇൻഫാന്റിസൈഡ് ആണ്. ഇൻഫന്റിസൈഡ് ആണ്. ഇൻഫന്റ് ഓർക്കുക. ന്യൂബോണിന്റെ പേരാണ് ഇൻഫന്റ് എന്നാണ് പറയുക. ന്യൂബോൺ പൊതുവെ നമ്മൾ പറയുന്ന വേർഡ് ഇൻഫന്റ് ആണ്. ഇൻഫന്റിസൈഡ്. ഓക്കെ. അബിനീഷ്യോ നെക്സ്റ്റ് വരുന്ന വേർഡാണ്, ലീഗൽ ടേം ആണ് അബിനീഷ്യോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രം ദ ബിഗിനിങ്, തുടക്കത്തിൽ തന്നെ. അബിനീഷ്യോ വോയിഡ് എന്നൊക്കെ പറയും. അബിനീഷ്യോ വോയിഡബിൾ, അബിനീഷ്യോ ഇല്ലീഗൽ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഒരു സ്റ്റേജിന്റെ ഒരു കാര്യം ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ അത് എന്താണോ അതാണ് ഫ്രം ദ ബിഗിനിങ്, തുടക്കത്തിൽ തന്നെ. അബിനീഷ്യോ, തുടക്കത്തിൽ. അബ് ഇനീഷ്യോ, ഫ്രം ദ ബിഗിനിങ്. ഇനീഷ്യേറ്റ് ചെയ്യുന്ന. അബ്, ഫ്രം. ഇനീഷ്യോ, ഇനീഷ്യേറ്റ് ചെയ്യുക, മുന്നോട്ട് വരുന്നതിന്. ആ ഒരു തുടക്കത്തിൽ തന്നെ എന്ന് പറയുന്നതാണ് ഫ്രം ദ ബിഗിനിങ്. അബ് ഇനീഷ്യോ, മറക്കരുത്. അബ് ഇനീഷ്യോ, ഫ്രം ദ ബിഗിനിങ്. ഇൻ ക്യാമറ മീൻസ് ഇൻ ക്യാമറൽ പ്രൊസീഡിങ്സ് ഒക്കെ പറയും. ചില കേസുകൾ ഇൻ ക്യാമറൽ പ്രൊസീഡിങ്സ് നടക്കുള്ളൂ. ചില റേപ്പ് കേസുകളിലൊക്കെ അതുപോലെ പോക്സോ കേസുകളിലൊക്കെ നമ്മൾ എവിഡൻസ് എടുക്കുന്ന സമയത്ത് കോടതിയിൽ ഇൻ ക്യാമറൽ പ്രൊസീഡിങ്സിന് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. അത് വരുമ്പോൾ ഇൻ ക്യാമറൽ എന്ന് പറയുമ്പോൾ അഡ്വക്കേറ്റ് മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. ആ അഡ്വക്കേറ്റും ഓപ്പോസിറ്റ് കൗൺസിലായിട്ടുള്ള അഡ്വക്കേറ്റും മാത്രമേ അതിനകത്ത് വരുള്ളൂ. ഇൻ ക്യാമറൽ ആയിരിക്കും. ബാക്കി എല്ലാ ആളുകളെയും കോർട്ടിൽ നിന്ന് പുറത്താകും. കോടതിന്റെ എല്ലാ ജനലുകളും വാതിലുകളും ഒക്കെ അടച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള റൂം ആയിരിക്കും ആ സമയത്ത്. അതാണ് ഇൻ ക്യാമറ എന്ന് പറയുന്നത്. ഇൻ ദ പ്രൈവറ്റ് റൂം എന്ന് വെച്ചാൽ പ്രൈവറ്റ് റൂം ആയിട്ട് മാറും. ഒരു ആളുകളും വേറെയുള്ള പുറത്തുള്ള ഒരാളുകളുടെ ആരും അതിനകത്ത് ഉണ്ടാകാൻ പാടില്ല ഇൻ ക്യാമറൽ പ്രൊസീഡിങ്സ് കോർട്ടിൽ നടക്കുന്ന സമയത്ത്. നെക്സ്റ്റ് വരുന്നതാണ് ഡബിൾ ജിയോപാഡി. ഞാൻ കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡബിൾ ജിയോപാഡി എന്താണെന്നുള്ളത്. നോ പേഴ്സൺ ഷോൾ ബി പ്രോസിക്യൂട്ടഡ് ആൻഡ് പണിഷ്ഡ് ഫോർ ദ സെയിം ഒഫൻസ് മോർ ദാൻ വൺസ്. ഇത് അർത്ഥമാക്കുന്നത് എന്താണെന്നറിയോ? ഡബിൾ ജിയോപാഡി, 2 തവണ ഒരേ ഒഫൻസിന്റെ പേരിൽ സെയിം ഒഫൻസിന് പണിഷ് ചെയ്യപ്പെടാൻ പാടില്ല. ഒരാള് ഒരിക്കലും സെയിം ഒഫൻസിന്റെ പേരിൽ മോർ ദാൻ വൺസ് പ്രോസിക്യൂട്ട് ചെയ്യാൻ പാടില്ല, ആൻഡ് പണിഷ് ചെയ്യാനും പാടില്ല. സെയിം കേസ് എന്ന് പറഞ്ഞത് അയാൾ ചെയ്തിട്ടുള്ള കേസ് സെയിം മാറ്ററിലായിരിക്കണം. അല്ലാതെ ഒരേ ആക്ടിവിറ്റി, ഒരു കേസ്, ഇപ്പൊ ഒരാളെ കൊന്നു വേറൊരാളെ പോയി കൊന്നു, അപ്പൊ അത് 2 കേസാണ്. ഓക്കെ, അത് 2ആണ്. ഒരാളെ കൊന്നു, ആ കേസിൽ തന്നെ വീണ്ടും അയാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പാടില്ല, അയാളെ പണിഷ് ചെയ്യാൻ പാടില്ല. അയാൾക്ക് 14 വർഷം ജീവപര്യന്തം കിട്ടി, വീണ്ടും അയാളെ കൊന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ വീണ്ടും പ്രോസിക്യൂട്ട് ചെയ്തിട്ട് അയാളെ പണിഷ് ചെയ്യാനുള്ള ഒരു റൈറ്റ് അവകാശമില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ ആണ്. നമ്മൾ പഠിച്ചിരുന്നു. റൈറ്റ് ഓഫ് ആൻ അറസ്റ്റഡ് പേഴ്സൺ എന്നൊക്കെ പഠിച്ചിരുന്നു. അതിന്റെ ഏരിയയിൽ വരുന്ന ഒരു ഭാഗമാണ് ഡബിൾ ജിയോപാഡി.
no person shall be prosecuted and punished for the same offense more than once. ഒന്നിൽ കൂടുതൽ തവണ ഒരേ ഒഫൻസിന്റെ പേരിൽ ഒരാളെ പ്രോസിക്യൂട്ട് ചെയ്യാനോ പണിഷ് ചെയ്യാനോ പാടില്ല. പിന്നെ വരുന്നത് പ്ലെയിൻറ്റിഫ്. പ്ലെയിൻറ്റിഫ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലെയിൻറ്റിഫ് എന്ന് പറയുമ്പോൾ ഒരു സിവിൽ കേസിലുള്ള ഒരു പാർട്ടിയാണ്. എന്ന് വെച്ചാൽ എ പേഴ്സൺ ഹൂ ഫയൽസ് ദ സ്യൂട്ട് ഓർ പെറ്റീഷൻ ഈസ് നോൺ ആസ് പ്ലെയിൻറ്റിഫ്. അത് എളുപ്പം പഠിക്കാൻ വേണ്ടി ഡിഫെൻഡന്റ് എന്താണെന്നും കൂടെ നമുക്ക് നോക്കാം. ഡിഫെൻഡന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ പേഴ്സൺ അഗെയിൻസ്റ്റ് ഹൂം ദ സ്യൂട്ട് ഈസ് ഫയൽഡ്. ഒരു സ്യൂട്ട് ഫയൽ ചെയ്തു, ആ ഫയൽ ചെയ്ത് ആൾക്ക് എതിരായിട്ട് ഫയൽ ചെയ്യുന്ന ആളാണ് ഡിഫെൻഡന്റ്. ആരാണോ എതിരായിട്ട് നിൽക്കുന്നത്, ഒരു സിവിൽ സ്യൂട്ടിലാണ് അത് വരിക. സിവിൽ സ്യൂട്ടിൽ എ പേഴ്സൺ ഹൂ ഫയൽസ് ദ സ്യൂട്ട് ഓർ പെറ്റീഷൻ ഈസ് നോൺ as plaintiff. A defendant means a person against whom the suit is filed is known as defendant. Okay, സിവിൽ സ്യൂട്ടിലെ രണ്ട് പാർട്ടീസ് ആണ് പ്ലെയിൻറ്റിഫും ഡിഫെൻഡന്റും. ഇത് ഓർത്തിരുന്നാൽ മതി. ഒരു സിവിൽ കേസിൽ നമ്മൾ മറ്റുള്ള കേസ് നോക്കുമ്പോൾ പെറ്റീഷണേഴ്സും അക്യൂസ്ഡും ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ പെറ്റീഷണേഴ്സ് റെസ്പോണ്ടൻസും ആയിരിക്കും പറയാം. ഇതെന്ന് പറയുമ്പോൾ പ്ലെയിൻറ്റിഫ് ഡിഫെൻഡന്റ്. പ്ലെയിൻറ്റിഫ് എന്ന് പറയുമ്പോൾ പരാതിപ്പെടുന്ന, സ്യൂട്ട് ഫയൽ ചെയ്യുന്നത് ആരാണ് പരാതിക്കാരൻ, അവരെയാണ് പ്ലെയിൻറ്റിഫ് എന്ന് പറയാ. ഡിഫെൻഡന്റ് എന്ന് പറയുമ്പോൾ ആർക്കെതിരെയാണോ പരാതി കൊടുക്കുന്നത് അയാളാണ് ഡിഫെൻഡന്റ് സിവിൽ സൈഡിൽ. പിന്നെ ലിക്വിഡേറ്റഡ് ഡാമേജസ്. ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാമേജസ് എന്ന് പറയുന്നത് ഇഞ്ചുറിയാണ്, നമുക്ക് വന്ന നഷ്ടത്തെയാണ് നമ്മൾ ഡാമേജസ് എന്ന് പറയുന്നത്. നഷ്ടങ്ങൾ കണക്കാക്കുക, അങ്ങനെയുള്ള കേസുകളാണ് ഡാമേജസ് എന്ന് പറയും. Damages എന്ന് പറയുമ്പോൾ which are already previously agreed to by two parties to contract are called liquidated damages. നമ്മളൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നു, ഒരു കാറിന് ഒരു ഇൻഷുറൻസ് എടുക്കുന്നു, അത് ലിക്വിഡേറ്റഡ് ഡാമേജ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എഗ്രി ചെയ്യുന്നുണ്ട്, ആ കാർ ഷോറൂമുകാർ, ഇൻഷുറൻസ് കമ്പനി നമുക്ക് എഗ്രി ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി, പിന്നെ ഡാമേജസ് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് എഗ്രി ചെയ്യുന്നുണ്ട്. അപ്പൊ ലിക്വിഡേറ്റഡ് ഡാമേജസ് ആണ് അവിടെ സംഭവിക്കുന്നത്. രണ്ട് പാർട്ടീസ് തമ്മിൽ അവിടെ ഒരു കോൺട്രാക്ട് ഉണ്ടാവുന്നുണ്ട്. കോൺട്രാക്ട്, അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെയാണ് ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറയും. നെക്സ്റ്റ് വൺ ആണ് അൺലിക്വിഡേറ്റഡ് ഡാമേജസ്. അൺലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറയുമ്പോൾ നേരത്തെ ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ കോടതിയാണ് ഇത് ആദ്യം പ്രീവിയസ് ആയിട്ട് ആളുകൾ കണക്കാക്കുന്നു. അവര് പരസ്പരം നഷ്ടം വന്നാൽ വഹിക്കാം എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഒരു ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്നുള്ള രീതിയിൽ ഒരു കോൺട്രാക്ട് ഉണ്ടായിരിക്കും. അതാണ് ലിക്വിഡേറ്റഡ് ഡാമേജസ്. അൺലിക്വിഡേറ്റഡ് ഡാമേജസ് ആണ് വിച്ച് ആർ നോട്ട് പ്രീവിയസ്ലി എഗ്രീഡ് അപ്പോൺ ബട്ട് ഫിക്സഡ് ബൈ എ കോർട്ട് ഓഫ് ലോ. അവിടെ ഒരു കോൺട്രാക്ടിന്റെ ബേസിലൊന്നും വന്നിട്ടില്ല, അവിടെ ഇതൊന്നും വന്നിട്ടില്ല, അങ്ങനെ ഒരു എഗ്രിമെന്റോ കോൺട്രാക്റ്റോ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ കോർട്ട് ഓഫ് ലോ അവിടെ ഒരു തീരുമാനം കൽപ്പിച്ചിട്ട് അങ്ങനെ കൽപ്പിക്കുമ്പോൾ വരുന്ന ഒരു ഡാമേജസിൽ വരുന്ന ഇതിനെയാണ് ലിക്വിഡേറ്റഡ് ഡാമേജ് വിച്ച് ആർ നോട്ട് പ്രീവിയസ്ലി എഗ്രീഡ്. പ്രീവിയസ്ലി അവിടെ എഗ്രി ചെയ്തിട്ടില്ല, ബട്ട് ഫിക്സഡ് ബൈ എ കോർട്ട് ഓഫ് ലോ. ഓക്കെ, അങ്ങനെ വരുമ്പോഴാണ് അൺലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ജീനോസൈഡ്. ജീനോസൈഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, mass killing of a group of people belonging to a particular race, religion, ethnic group, etc. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് വേഗം നോക്കാം. ഒരു വിഭാഗം, കൂട്ടക്കൊല എന്നൊക്കെ പറയുമല്ലോ, ഒരു റേസ്, ഒരു വിഭാഗത്തിൽ പെടുന്ന അല്ലെങ്കിൽ ഒരു റിലീജിയനിൽ പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ട് കൊന്നു കളയുക, അവരെ ഇല്ലാണ്ടാക്കുക എന്നുള്ള, അങ്ങനെ വരുമ്പം അതിന് ജീനോസൈഡ് എന്ന് പറയും. ഹിറ്റ്ലറുടെ കാലത്തും ഒക്കെ നടന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാലത്ത് നമ്മുടെ ദക്ഷിണാഫ്രിക്കയിലും ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ ഒരുപാട് നരഹത്യ, ഒരു ജീനിനെ തന്നെ ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ കുറെ മാസ് കില്ലിങ് ഓഫ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിട്ടുള്ള നടന്നിട്ടുണ്ട്. ഒരുപാട് പേരെ റേസിന്റെ പേരിൽ, റേസ് തിരിച്ചിട്ട് കൊന്നു കളഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ അതിനാണ് ജീനോസൈഡ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാര്യത്തിനാണ് ജീനോസൈഡ്. ഒരു ജീന തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ക്രൈമാണ് ജീനോസൈഡ്.
അക്കംപ്ലൈസ്. അക്കംപ്ലൈസ് എന്ന് പറയുന്ന വേർഡ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഏകദേശം കാണാൻ പറ്റുന്ന ഒരു വേർഡാണ്. നമ്മൾ വിചാരിക്കും ഇംഗ്ലീഷ് വേർഡ് അല്ലേ, ഇംഗ്ലീഷിന്റെ ജനറൽ ഇംഗ്ലീഷ് ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തല്ലേ ഇതെന്ന് നമുക്ക് തോന്നാം. പക്ഷെ അത് ജനറൽ ഇംഗ്ലീഷ് വേർഡുമായിട്ട് റിലേറ്റ് ചെയ്തതല്ല, നമ്മുടെ ലോ ഫീൽഡുമായിട്ട്, ലോ ലീഗൽ ആപ്റ്റിറ്റ്യൂഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അക്കംപ്ലീസ് എന്ന് പറയുന്നത് അസോസിയേറ്റ് ആണെന്നാണ് അതിന്റെ അർത്ഥം. ഒരു അസോസിയേറ്റ് ഓർ പാർട്ട്ണർ ഇൻ ക്രൈം. നമ്മൾ തമാശക്ക് പറയും, നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസുകളൊക്കെ ഇടുമ്പോൾ പാർട്ട്ണർ ഇൻ ക്രൈം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇടാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള മീനിങ് അല്ല ഇവിടെ വരുന്നത്. മീൻസ് ആൻ അസോസിയേറ്റ്. ഇറ്റ് മീൻസ് ആൻ അസോസിയേറ്റ് ഓർ പാർട്ട്ണർ ഇൻ എ ക്രൈം. ഒരു ക്രൈമിൽ അസോസിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ക്രൈമിൽ പാർട്ട്ണർ ആയിട്ടുള്ള ഒരു ആളെയാണ് അക്കംപ്ലീസ് എന്ന് പറയുന്നത്. അക്കംപ്ലീസ് എ പേഴ്സൺ ഈസ് എ പേഴ്സൺ ഹു ഈസ് പാർട്ട്ണർ ഡ്യൂറിങ് ദ ക്രൈം. ആ ഒരു ക്രൈം നടന്നുകൊണ്ടിരിക്കുക, ആ ക്രൈമില് അയാളെ സഹായിക്കുന്ന ഒരു പാർട്ട്ണറാണ്. ഒരു ക്രൈം ചെയ്യുന്ന ആള് ആരാണോ മർഡർ ചെയ്യുന്നത്, ഒരു മർഡർ ചെയ്യാണെങ്കിൽ ആ മർഡർ ചെയ്യുന്ന ആള് കൊലയാളീനെ ആരാണ് സഹായിക്കുന്നത്, അയാൾക്ക് അറിയാം അതൊരു ക്രൈം ആണെന്ന് അറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെ അയാളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാളും അതിൽ ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്നാൽ കൂടെ അയാളെ പറയുന്ന പേരാണ് അക്കംപ്ലീസ്. അക്കംപ്ലീസ്, അസോസിയേറ്റ് ഓർ പാർട്ട്ണർ ഇൻ ക്രൈം. അസോസിയേറ്റ് ഓർ പാർട്ട്ണർ ഇൻ ക്രൈം, അതാണ് അക്കംപ്ലീസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറന്നു പോകരുത്, അക്കംപ്ലീസ് മറക്കരുത് ഒരിക്കലും. കാരണം അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേർഡാണ് അക്കംപ്ലീസ്. എന്റെ LLB എൻട്രൻസിൽ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അതുകൊണ്ടാണ് ഞാൻ അത് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത്. അക്കംപ്ലീസ് എന്ന് പറഞ്ഞത് associate or partner in a crime. Accomplice is a person who is a partner during the crime. ആ ക്രൈമിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ക്രൈം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ ക്രൈം കമ്മിറ്റ് ചെയ്യുന്ന ആളെ അസോസിയേറ്റ് ചെയ്തത് ആരാണോ ആ ആളെ പറയുന്ന പേരാണ് അക്കംപ്ലൈസ്. ഓക്കെ, നെക്സ്റ്റ് വൺ നെസസറി. അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് നെസസറി എന്നൊക്കെ പറയുമ്പോൾ നെസസറി സാധാരണ ഇംഗ്ലീഷ് വേർഡ് അങ്ങനെയുള്ള രീതിയിൽ എടുക്കും. പക്ഷെ അങ്ങനെ എടുക്കരുത്. ലീഗൽ ടേമിലേക്ക് വരുമ്പോൾ നെസസറി എന്ന് പറയും. നെസസറി അല്ല, ആക്സസറി എന്ന് പറയുമ്പോൾ ഹു ഈസ് ദി ഹെൽപ്പർ ഇൻ ക്രൈം. ആക്സസറി എന്ന് പറയുമ്പോൾ ഒരു ആക്സസറി ആയിട്ട് എടുക്കരുത് കേട്ടോ. ആക്സസറിയോ അങ്ങനൊന്നും അല്ല നമ്മൾ ഇതിൽ പറയുന്നത്. ഹു ഈസ് ദ ഹെൽപ്പർ ഇൻ ക്രൈം. നേരത്തെ നമ്മൾ പാർട്ട്ണർ ആയിരുന്നു എന്ന് വെച്ചാൽ അയാളെ അക്കംപ്ലീസ് എന്ന് പറയുമ്പോൾ ഒരാളെ പാർട്ട്ണർ ആയിട്ടാണ് കണക്കാക്കുന്നത്, ആ അസോസിയേറ്റ് ചെയ്യുന്നതാണ്. ഇത് ഒരാൾ ഹെൽപ്പ് ചെയ്യാണ്. ആക്സസറി എന്ന് പറയുമ്പോൾ ഹെൽപ്പ് ചെയ്യാണ്. ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഒരു ക്രൈമില്? അയാളെയാണ് ആക്സസറി. ഹൗവർ ആക്സസറി ഹെൽപ്സ് ബിഫോർ ഓർ ആഫ്റ്റർ ദ ക്രൈം. ആക്സസറി എന്ന് പറഞ്ഞ ആള് ഹെൽപ്പ് ചെയ്യാം ബിഫോർ ഓർ ആഫ്റ്റർ ദ ക്രൈം ആയിരിക്കും. ചിലപ്പോ ക്രൈമിന് മുന്നേ ആയിരിക്കും, ചിലപ്പോൾ ക്രൈം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം അത് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ വരുന്ന ആളെയാണ് ആക്സസറി എന്ന് പറയുന്നത്. ഹു ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ക്രൈം ഹിംസെൽഫ്. നേരത്തെ നമ്മൾ പറഞ്ഞ അക്കംപ്ലീസ് എന്ന് പറയുന്നത് ആ ക്രൈം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ ഭാഗവാക്കായ ആളായിരിക്കും, അത് പാർട്ട്ണർ ആയിരിക്കും. ഇതെന്ന് പറയുമ്പോൾ അതിൽ ക്രൈം കമ്മിറ്റ് ചെയ്യുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ ക്രൈം കമ്മിറ്റ് ചെയ്ത ശേഷമോ സഹായിക്കുന്ന ആളെയാണ് ആക്സസറി എന്ന് പറയും. ഓക്കെ, ആക്സസറി മറക്കരുത്. അഡ്ജേൺ എന്ന് പറയുമ്പോൾ ഒരു കേസ് അഡ്ജേൺ ചെയ്തു. നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു ടേം ആണ് അഡ്ജേൺ. കോർട്ട് അഡ്ജേൺഡ് ടു ഡെഫർ ദ ഹിയറിംഗ് ഓഫ് എ കേസ് ടു അനദർ ഡേറ്റ്. അത് വേഗം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഒരു കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കുന്നു, അതാണ് അഡ്ജേൺ. കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കുക. ഡിഫർ ദ ഹിയറിംഗ് ഓഫ് എ കേസ് ടു അനദർ ഡേറ്റ്. മറ്റൊരു ഡേറ്റിലേക്ക് മാറ്റി വെക്കുന്ന ഒരു പേരാണ് അഡ്ജേൺ. ആർബിട്രേഷൻ എന്ന് പറയുമ്പോൾ settling disputes by referring them to independent third parties as an alternative to the court proceedings. ഇതിന് നമ്മൾ മറ്റൊരു വേർഡ് പറയും, ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്നൊക്കെ പറയും. അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോടതിയിൽ പോവാണ്ട് തന്നെ കോടതിന്റെ പോലെ തന്നെ കുറച്ച് ബോഡി മെമ്പേഴ്സ്, ഒരു ബോർഡായിരിക്കും. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കമ്പനീസ് ഒക്കെയാണ് പൊതുവെ ഇതിൽ ആർബിട്രേഷനിൽ വരിക. കമ്പനീസ് ഒക്കെ ആദ്യം ആർബിട്രേഷൻ എഗ്രിമെന്റ് ഒക്കെ ഉണ്ടായിരിക്കും അവർക്ക്.
എഗ്രിമെന്റ്സ് തമ്മിൽ എന്തെങ്കിലും വയലേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആർബിട്രേറ്റർ അവർ അപ്പോയിന്റ് ചെയ്യും. ആർബിട്രേറ്റർ എന്ന് പറയുന്നത് ആർബിട്രേഷനിലെ എന്താ പറയാ പ്രിസൈഡിങ് ഓഫീസറെയാണ് ആർബിട്രേറ്റർ എന്ന് പറയാം. ആർബിട്രേറ്റർ ആയിരിക്കും അതിലെ വിധി നടപ്പാക്കുക, പറയുക. ആ വേർഡ് ഡിസിഷന് നമ്മൾ പറയുന്ന ഒരു വേർഡാണ് അവാർഡ്. ആർബിട്രേഷനിൽ ആർബിട്രേറ്റർ പ്രഖ്യാപിക്കുന്ന ഡിസിഷൻ ഉണ്ടാവുമല്ലോ, അതിന് പറയുന്ന വേർഡാണ് അവാർഡ്. അവാർഡ് എന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ നോർമൽ കോഴ്സ് ഓഫ് കോർട്ടിലൊക്കെ പറയുന്നത് പറഞ്ഞത് ജഡ്ജ്മെന്റ് എന്നായിരിക്കും. പക്ഷെ ആർബിട്രേഷനിലേക്ക് വരുമ്പോൾ അവാർഡ് എന്നാണ് പറയുക. ആർബിട്രേഷനിൽ അവാർഡ് ആയിരിക്കും ഉണ്ടാവുക. അത് ജഡ്ജ്മെന്റ് പോലെ തന്നെയാണ് അവാർഡ് എന്ന് പറയുന്നതും, ജഡ്ജ്മെന്റ് ആയിട്ട് തന്നെയാണ് അതിനെ കൺസിഡർ ചെയ്യുന്നതും. പക്ഷെ അതിന് ആർബിട്രേഷൻ അവാർഡ് എന്നാണ് പറയാം. അവാർഡ് എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ, നമ്മൾ നോർമൽ പേഴ്സൺസ് കേൾക്കുമ്പോൾ അവാർഡ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു സമ്മാനമായിട്ട് കിട്ടുന്ന ഒരു അവാർഡ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. അങ്ങനെയല്ല, നമ്മൾ ലീഗൽ സ്റ്റുഡൻസ് ആണ്, ലീഗലി ആയിരിക്കണം ചിന്തിക്കേണ്ടത്, ലീഗൽ ടേം ആയിരിക്കണം ചിന്തിക്കേണ്ടത്. അവാർഡ് എന്ന് പറയുന്നത് ഡിസിഷൻ ബൈ ആർബിട്രേറ്റർ ആണ്. ആർബിട്രേറ്ററിന്റെ ഡിസിഷൻ ആയിരിക്കും അവാർഡ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് എക്സ് ഒഫീഷ്യോ. എക്സ് ഒഫീഷ്യോ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു പ്രിസൈഡിങ് ഓഫീസർ എന്നൊക്കെ പറയും. രാജ്യസഭയിലെ പ്രിസൈഡിങ് ഓഫീസർ, രാജ്യസഭയിലെ പറയാലോ, നോ പ്രോബ്ലം. ആർബിട്രേഷൻ എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കോടതിയിൽ, കോർട്ട് ഓഫ് ലോ, നോർമൽ ഒരു കോർട്ടിലേക്ക് നമ്മൾ ഒരു കേസുമായിട്ട് ചെല്ലുന്ന സമയത്ത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഫിനാൻഷ്യലി കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ കോർട്ടിന്റെ പ്രൊസീജിയേഴ്സ് ഒരുപാട് നീണ്ടു നിൽക്കുന്നതായിരിക്കും. പക്ഷെ ഒരു ആർബിട്രേഷനിലേക്ക് വരുമ്പോൾ അതൊരു ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റിഡ്രസൽ ആണ്. എന്ന് വെച്ചാല് ഒരു ഡിസ്പ്യൂട്ട് പരിഹരിക്കാനുള്ള ഒരു മറ്റൊരു രീതി, സെറ്റിൽ ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ്. ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയുള്ള മറ്റൊരു മെത്തേഡായിരിക്കും ആർബിട്രേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ ആർബിട്രേഷനിൽ ഒരു ആർബിട്രേറ്റർ ഉണ്ടായിരിക്കും. അതൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ബോഡി ആയിരിക്കും. എന്ന് വെച്ചാൽ ഇതിലുള്ള പാർട്ടീസ് രണ്ട് പാർട്ടീസുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടാത്ത ഒരാളായിരിക്കും അതിൽ ആർബിട്രേറ്റർ എന്ന് പറയുന്നത്. ആർബിട്രേറ്ററിനെ ഫിക്സ് ചെയ്യാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കമ്പനി, ഇപ്പോൾ നോർമൽ കോഴ്സില് കമ്പനീസ് കേസുകൾക്കൊക്കെയാണ് കൂടുതലും ആർബിട്രേഷൻ പോവുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് കമ്പനികൾ തമ്മിൽ ഒരു കോൺട്രാക്ട് ഉണ്ടായി. അപ്പൊ ആ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ലംഘനങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതിയിലേക്ക് നേരെ പോകുമ്പോൾ ഒരുപാട് സിവിൽ കേസാണ്, ഒരുപാട് സമയമെടുക്കും അതിന്റെ വിധിയൊക്കെ വരുമ്പോഴേക്കും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ അത് അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ആർബിട്രേറ്റർ അപ്പോയിന്റ് ചെയ്യും. അവിടെ ആ ആർബിട്രേറ്ററിന് അതിൽ ഡിസിഷൻ എടുക്കാൻ പറ്റും. രണ്ട് സൈഡും കേൾക്കും. രണ്ട് സൈഡിലും കേട്ടിട്ട് രണ്ടു പേർക്കും ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അതിന് ഡിസിഷൻ വരിക. അല്ലാണ്ട് ഒരു സൈഡിൽ നിന്നുകൊണ്ട് ഒരിക്കലും ഒരു ആർബിട്രേറ്റർ അതിന് ഡിസിഷൻ എടുക്കില്ല. അതാണ് ആർബിട്രേഷൻ. ആർബിട്രേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. പിന്നെ കൺസിലിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നമുക്ക് ഒരുപാട് വേറെ മെത്തേഡ്സ് പറയുന്നുണ്ട്, കോർട്ട് പ്രൊസീജിയർ അല്ലാണ്ട്. അതിൽ വരുന്ന ഒരു മെത്തേഡ് മാത്രമാണ് ആർബിട്രേഷൻ. ആർബിട്രേഷൻ വളരെ സിമ്പിൾ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇപ്പൊ മൂന്ന് പിന്നെ ആളുകളാണ് അതില് ഹെഡായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ മൂന്ന് ആളുകളിൽ ഒരാൾ ആർബിട്രേറ്റർ ആയിരിക്കും. ആർബിട്രേറ്ററിന്റെ തീരുമാനമായിരിക്കും അതിലെ മെയിൻ ഡെസിഷൻ എന്ന് പറയാം. ആർബിട്രേറ്റർ അതിൽ ഡിസിഷൻ എടുക്കുമ്പോൾ മെജോറിറ്റി ഒപ്പീനിയൻ നോക്കിയിട്ടായിരിക്കും അതിന് ഡിസിഷൻ വരിക. ആർബിട്രേറ്ററിന്റെ ഡിസിഷനും പിന്നെ മെജോറിറ്റി ആയിട്ടുള്ള ഒപ്പീനിയനും കൂടെ സിക്ക് ചെയ്തിട്ടായിരിക്കും അതിലെ ഡിസിഷൻ വരിക. ആ ഡിസിഷന് പറയുന്ന പേരാണ് അവാർഡ്. ഇപ്പൊ നമ്മൾ കോടതിയിൽ ജഡ്ജ് പ്രൊനൗൺസ് ചെയ്യുന്നത് ജഡ്ജ്മെന്റ്. ഒരു കോടതിയിൽ വരുമ്പോൾ ജഡ്ജ് പ്രൊനൗൺസ് ചെയ്യുന്നത് ജഡ്ജ്മെന്റ്. ഇത് ആർബിട്രേഷൻ ആണ്, ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ആണ്. ഡിസ്പ്യൂട്ട് റിസോൾവ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ വരുമ്പോൾ റിഡ്രസൽ ഫോറംസ് ആണ്, ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഫോറംസ് ആണ് ഇതൊക്കെ. അതിൽ വരുമ്പോ ഡിസിഷൻ എടുക്കുമ്പോൾ ആർബിട്രേറ്റ് എടുക്കുന്ന ഡിസിഷന് പറയുന്ന പേര് അവാർഡ് എന്നായിരിക്കും. അവാർഡായിരിക്കും അവിടെ ഉണ്ടാവുക. അവാർഡ് എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഈ ഏത് പാർട്ടീസിന് അനുകൂലമായിട്ടാണ് വിധി വന്നിട്ടുള്ളത്,
എന്തായിരിക്കണം ആ പാർട്ടീസ് എടുക്കേണ്ട നടപടികൾ, പിന്നെ എന്തെല്ലാം നിയമ നടപടികൾ ഇനി മുന്നോട്ട് എടുക്കാൻ കഴിയും, ആ കോൺട്രാക്ട് വാലിഡ് ആണോ, ഇനിയിപ്പോ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് കോൺട്രാക്ട് എടുത്തുന്നേ ഉള്ളൂ, കോൺട്രാക്ട് വാലിഡ് ആണോ, അങ്ങനെയൊക്കെ നോക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു ജഡ്ജ്മെന്റിൽ ഉണ്ടായിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും അവാർഡിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും. ലീഗലി എൻഫോഴ്സബിൾ ആണ്, എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അവാർഡ് എന്ന് പറയുന്നത്. ഒരു ജഡ്ജ്മെന്റിന്റെ അതേ പവറാണ് അവാർഡിന് ഉണ്ടായിരിക്കാം. അവാർഡിൽ വേണമെന്നുണ്ടെങ്കിൽ അപ്പീലൊക്കെ പോകും, ആർബിട്രേഷൻ അപ്പീൽ പോകുന്നുണ്ട്, അങ്ങനെയും പോവാറുണ്ട്. അതൊക്കെ നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നമ്മൾ കോളേജിലൊക്കെ ജോയിൻ ചെയ്ത ശേഷം പഠിക്കുന്ന ഒരു ഏരിയ ആണ്. ഇതിന് നമ്മൾ അത് പഠിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് കൂടുതലായിട്ട് അതിലേക്ക് പോകണ്ട. ഡിസിഷന് ആർബിട്രേറ്റഡ് ഡിസിഷൻ പറയുന്ന പേര് അവാർഡ്. ആർബിട്രേഷനിൽ പിന്നെ ആർബിട്രേറ്റർ ഉണ്ടായിരിക്കും, ആർബിട്രേറ്റർ ആയിരിക്കും അതിന്റെ ഹെഡ് വരുന്നത്. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് ആർബിട്രേഷൻ എന്ന് പറയുന്നത്. ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റിന്റെ ഭാഗമാണ് ആർബിട്രേഷൻ. ഡിസ്പ്യൂട്ട് സെറ്റിലിംഗ് ഡ്രസൽ ഫോറംസ് ആണ് ആർബിട്രേഷൻ വരുന്നത്. പിന്നെ ഇതൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലായല്ലോ? ഇനി ക്ലിയർ ചെയ്യണോ? മനസ്സിലായി. ഓക്കെ. നെക്സ്റ്റ് എക്സ് ഒഫീഷ്യോ ബൈ, നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ് ഒഫീഷ്യോ എന്ന് പറഞ്ഞാൽ ബൈ വെർച്യൂ ഓഫീസ്, ബൈ വെർച്യൂ ഓഫ് ഓഫീസ് എന്നാണ് എക്സ് ഒഫീഷ്യോ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുമ്പോൾ വിൽഫുൾ ഡിസ്റിഗാർഡ്, ഡിസൊബീഡിയൻസ് ഓർ ഡിസ്റെസ്പെക്ട് ടു എ കോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൽഫുള്ളി ഒരു കോർട്ടിനെ നമ്മൾ അതിനെ ബഹുമാനിക്കാത്ത ഒരു രീതിയാണ്, ഡിസ്റെസ്പെക്ട് ആണ് കോർട്ടിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുമ്പോൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്നാണ് പറയാ. പിന്നെ വരുന്നത് ക്വാറം ആണ്. ക്വാറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് നെസസറി ടു കണ്ടക്ട് പ്രൊസീഡിങ്സ്. ഒരു മിനിമം മെമ്പേഴ്സ്, ഇപ്പൊ ഒരു പാർലമെന്റിൽ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാർലമെന്റിൽ ഒരു ബില്ല് പാസ്സാക്കണം എന്നുണ്ടെങ്കിൽ ഇത്ര ക്വാറം വേണം, അങ്ങനെയുള്ള ഒരു കണക്കുണ്ട്. അതിനാണ് ക്വാറം എന്ന് പറയുന്നത്. മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് നെസസറി ടു കണ്ടക്ട് പ്രൊസീഡിങ്സ്, ഒരു പ്രൊസീഡിങ്സ് നടത്താൻ വേണ്ടിയിട്ട് വേണ്ട മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ആണ്, മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ആണ് ക്വാറം എന്നതുകൊണ്ട് പറയുന്നത്. പിന്നെ വരുന്നത് നെക്സ്റ്റ് ഇൻജങ്ഷൻ. ഇൻജങ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ടെമ്പററി ഇൻജങ്ഷൻ, സ്റ്റേ ഓർഡറുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. ടെമ്പററി ഇൻജങ്ഷൻസ് ഒക്കെ പറയുമ്പോൾ ആൻ ഓർഡർ ഓഫ് എ കോർട്ട് റിക്വയറിംഗ് എ പാർട്ടി നോട്ട് ടു ഡു സംതിങ് ഓർ ടു ഡു സംതിങ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു കോർട്ട് ഒരു ഉത്തരവിടുവാണെങ്കിൽ അത് ഇൻജങ്ഷൻ ആണ്. ഇപ്പൊ ഒരു പാർട്ടിക്ക് ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ പാടില്ല, ഇപ്പൊ വിൽക്കാൻ പറ്റില്ല, കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ആ കേസിന്റെ സമയത്ത് ആ പ്രോപ്പർട്ടി വിൽക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇൻജങ്ഷൻ ആണ്. അല്ലെങ്കിൽ ആ പാർട്ടിക്ക് വേണ്ട നെക്സ്റ്റ് ഒരു റോഡൊക്കെ വേണമെന്നാണ്, അല്ലെങ്കിൽ ആ വഴി നടക്കാൻ അവകാശം കൊടുക്കണം, ആ കേസ് കഴിയുന്നവരെ അയാൾക്ക് വഴി നടക്കാം എന്നൊക്കെ പറഞ്ഞിട്ടൊരു വിധിയല്ല അതിന് പറയാം, ഇൻജങ്ഷൻ അപ്രൂവ് ചെയ്യും. അതാണ് ഇൻജങ്ഷൻ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ചെയ്യാം എന്ന് പറയുന്നതാണ് ഇൻജങ്ഷൻ. ഓക്കെ.